ओम शांति। बाप दादा मधुबन प्रभात मुरली 3 साउंड। मीठे बच्चे, तुम्हें बाप समान मीठा बनना है, किसी को दुख नहीं देना है, कभी क्रोध नहीं करना। ബാബിന്ന് പറയുകയാണ്, മധുരമായ കുട്ടികളെ, നിങ്ങൾ ബാബയ്ക്ക് സമാനം മധുരമുള്ളവരാകണം, മാധുര്യമുള്ളവരാകണം. ആർക്കും ദുഃഖം നൽകരുത്, ഒരിക്കലും ക്രോധിക്കരുത്. ബാബു നമുക്കൊരു പരമമായ ലക്ഷ്യം ടാർഗറ്റ് നൽകുകയാണ്. നമ്മൾ ഒരിക്കലും ക്രോധിക്കും. എപ്പോഴെങ്കിലും ക്രോധിക്കാമെന്ന് വെച്ചാൽ ഇല്ല, ഒരിക്കലും ക്രോധിക്കാൻ പാടില്ല. ആർക്കും ദുഃഖം കൊടുക്കാം. അപ്പോൾ ഒരിക്കലും ആരോടും ഏത് സാഹചര്യത്തിലും ക്രോധിക്കരുത് എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമായിരിക്കും. ആ ലക്ഷ്യത്തിൽ നമ്മൾ വെള്ളം ചേർക്കും. എന്നിട്ട് ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കും. ബാബയെ പോലെ മധുരമാകണം. ആർക്കും നമ്മൾ ദുഃഖം കൊടുക്കാൻ പാടില്ല, ഒരിക്കലും നമ്മൾ ദേഷ്യപ്പെടാൻ ക്രോധിക്കും. ചോദ്യം: कर्मों की गुह्य गति को जानते हुए तुम बच्चे कौन सा पाप कर्म नहीं कर सकते? കർമ്മത്തിന്റെ ഗുഹ്യഗതിയെ അറിഞ്ഞുകൊണ്ട് കുട്ടികള് ഏത് പാപകർമ്മം ചെയ്യാൻ പാടില്ല. കർമ്മത്തിന്റെ ഗുഹ്യഗതിയെ മനസ്സിലാക്കി, ഗുഹ്യഗതിയാണ്, ആ ഗുഹ്യഗതിയെ മനസ്സിലാക്കി കുട്ടികള് ഏത് പാപകർമ്മം ചെയ്യാൻ പാടില്ല. അതിൽ കിട്ടും, നോക്കാൻ, ശബ്ദം നോക്കാൻ പറ്റും, കിട്ടുന്നുണ്ടെന്ന് അറിയാൻ പറ്റും. उत्तरम: आज दिन तक दान को पुण्य कर्म समझते थे, लेकिन अब समझते हो दान करने से भी कई बार पाप बनता है, क्योंकि अगर किसी ऐसे को पैसा दिया जो पैसा से पाप करे, उसका असर भी तुम्हारे अवस्था पर अवश्य ही पड़ेगा, इसलिए दान भी समझकर करना. സെന്റൻസിലാണ് ബാബു പറയുന്നത്, ഇന്ന് വരെ നമ്മള് ദാനം പുണ്യകർമ്മം എന്നാണ് മനസ്സിലാക്കിയത്, അല്ലെ? ഭക്തിമാർഗത്തിൽ എന്താ പറയുന്നത്? ദാനമാണ് ഏറ്റവും വലിയൊരു പുണ്യം. പല പല ദാനങ്ങളുണ്ട്. ജ്ഞാനദാനം ഏറ്റവും മഹത്തുണ്ട്, അന്നദാനമുണ്ട്, പൈസ ദാനമുണ്ട്, കണ്ണുദാനമുണ്ട്, രക്തദാനമുണ്ട്, അങ്ങനെ ധാരാളം ദാനങ്ങളുണ്ട്. അപ്പൊ ഈ ദാനമെല്ലാം നമുക്ക് ലഭിച്ചത് വേറൊരാൾക്ക് കൊടുക്കുന്നത് പുണ്യമാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, ദാനം ചെയ്യുമ്പോഴും പലപ്പോഴും അതിൽ നിന്നും പാപം സംഭവിക്കാം. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ട് ആ പൈസ കൊണ്ട് അവര് പാപകർമ്മം ചെയ്താൽ അതിന്റെ പ്രഭാവം നമ്മുടെ അവസ്ഥയിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് ദാനം ആലോചിച്ച് ചിന്തിച്ച് പാത്രം നോക്കി കൊടുക്കും. ഇവിടെ പൈസ മാത്രമേ പ്രശ്നമുള്ളൂ. ഒരാൾക്ക് നമ്മൾ ആഹാരം മേടിച്ചു കൊടുത്ത പാപമൊന്നുമില്ല, നല്ല വിശപ്പുമാണ്, നേരിട്ട് മേടിച്ചു കൊടുക്കണം, അതിന് പൈസ കൊടുക്കരുത് പരമാവധി. വസ്ത്രം കൊടുത്താൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ പൈസ നോക്കാണ്ട് കൊടുത്തു, അവര് പോയി മദ്യപിച്ചു, സിഗരറ്റ് വലിച്ചു, അല്ലെങ്കിൽ വേറെ ഏത് ബാക്കി ബാബയുടെ കർമ്മം ഒഴിച്ച് ബാക്കി എല്ലാ കർമ്മം ലോകത്തെ താഴേക്ക് കൊണ്ടുവരുന്നു. പക്ഷെ ഏതെങ്കിലും പാപകർമ്മങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ബാബ പറയാണ്, അവര് നമ്മൾ കൊടുത്ത പൈസ കൊണ്ട് പാപം ചെയ്തതിന്റെ ഒരു അംശം നമ്മുടെ അവസ്ഥയിൽ വന്ന് വീണ്, ഒരു നിഴലായി വീണ് നമ്മുടെ അവസ്ഥയെ താഴ്ത്തും. അതുകൊണ്ട് ബാബ പറയാണ്, അത് വളരെ കർമ്മത്തിന്റെ ഗഹനഗതി മനസ്സിലാക്കി നമ്മൾ ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മൾ എന്ന് വിചാരിക്കും, ഓ അങ്ങനെയൊന്നും പാടില്ല എന്ന് വിചാരിച്ച് നമ്മുടെ മന്മത്തനുസരിച്ച് നമ്മൾ എടുത്ത് കൊടുക്കും. അങ്ങനെ പാടില്ല. ഗീതം: ഇസ് പാപിക്ക് ദുനിയാസി, ഈ പാപത്തിന്റെ ലോകത്തിൽ നിന്നും ദൈവമേ ഞങ്ങളെ രക്ഷിച്ച് പുണ്യങ്ങളുടെ ലോകത്തിലേക്ക് വന്നു. ഓം ശാന്തി. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? സൗണ്ട് ഇല്ലേ? ആത്മാക്കളെ കേൾക്കുന്നുണ്ടോ? ശരി, ഓക്കെ. ഓം ശാന്തി. അഭി തും ബच्चे സാമനെ ബൈഠേ. ഇപ്പോൾ കുട്ടികള് ബാബയുടെ മുമ്പിലാണ് ഇരിക്കുന്നത്. ബാബ കാത്തെ ഹേ ഏ ജീവിക്ക് ആത്മായും സുനത്തി ഹോ. ബാബ ചോദിക്കുകയാണ്, ഏ ശരീരത്തിലിരിക്കുന്ന ആത്മാക്കളെ കേൾക്കുന്നുണ്ടോ? മുരളി കേൾക്കുന്നുണ്ടോ ആത്മാക്കളെ? അല്ല, ഓണോ? രാജേഷ് ഭായി കേൾക്കുന്നുണ്ടോ? സൗണ്ട് ഉണ്ടോ?
आत्माएं जानती है हमारा बेहद का बाप हमको ले चलते हैं जहां दुख का ना नहीं. ബാബ പറയാണ്, ഞാൻ ആത്മാക്കളോടാണ് സംസാരിക്കുന്നത്. ആത്മാക്കൾക്കറിയാം നമ്മുടെ അച്ഛൻ, പരിധിയില്ലാത്ത അച്ഛൻ നമ്മളെ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. ദുഃഖമില്ലാത്തൊരു ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഗീതമേ ബി കാത്തേ ഹേ ഇസ് പാപിക്ക് ദുനിയാ സേ പാവൻ ദുനിയാ മേ ലേ ചൽ. ആ കീർത്തനത്തിൽ എന്താ പറഞ്ഞത്? ഈ പാപത്തിന്റെ ലോകത്തിൽ നിന്നും ദൈവമേ ഞങ്ങളെ കൊണ്ടുപോകണം. എവിടേക്ക് കൊണ്ടുപോകണം? പുണ്യത്തിന്റെ ലോകത്തിലേക്ക് കൊണ്ടുപോകണം, പാവന ലോകം. പതിത് ദുനിയ കിസ്കോ കഹാ ജാതാ ഹേ, യഹ് ദുനിയ നഹീ ജൻ. പതിത ലോകം എന്ന് പറയുന്നത് എന്തിനെയാണ്? ലോകർക്ക് അറിയില്ല. देखो ആദ്യക്കൽ മനുഷ്യമേ കാമക്രോധ കിതന തീക്കാ ഹെ. ബാബ പറഞ്ഞു, നോക്കൂ, ഇക്കാലത്ത് മനുഷ്യരില് കാമക്രോധാദികൾ അത്ര ശക്തമാണ്. ക്രോധക്കെ വശീഭൂത് ഹോക്കർ കാത്തേക്ക് ഹം ഇസ്കെ ദേശിക്കോ നാശ കരേ. ക്രോധത്തിന്റെ ഭൂതത്തിന് വശീഭൂതമായിട്ട് പറയുകയാണ്, ഈ ദേശം ഞങ്ങൾ നശിപ്പിച്ചു കളയും, ബോംബിട്ട് നശിപ്പിച്ചു കളയും. कहते भी है ये भगवान हमको घोर अंधियारे से घोर शौचर्य में ले चलो, क्योंकि पुरानी दुनिया की. എല്ലാവരും പറയുകയും ചെയ്യുന്നുണ്ട്, ഏ ഭഗവാൻ ഈ കൂരിരുട്ടിൽ നിന്നും ഞങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകും. എന്തുകൊണ്ടെന്നാൽ ഈ ലോകം പഴയ ലോകം. കലിയുഗോ പുരാന യുഗ്, സത്യുഗോ നയാ യുഗ് കഹാ ജാതാ. കലിയുഗത്തെ പുതിയ ലോകം എന്ന് പറയും, സത്യയുഗത്തെ പുതിയ യുഗം എന്ന് പറയും, കലിയുഗം പഴയ യുഗമാണ്. ബാബ ബിഗർ നയാ യുഗ് കൊയ് ബനാൻ സക്. ബാബയ്ക്കല്ലാതെ പുതിയ ലോകം സ്ഥാപിക്കാൻ ആരാലും സാധ്യമല്ല. ഹമാരാ മീഠാ ബാബ ഹംകോ അബ് ദുഃഖധാം സേ സുഖധാം മേ ലേ ചൽത്തെ. ബ്രഹ്മബാബ പറയാണ്, നമ്മുടെ മധുരമായ ശിവ ബാബ നമ്മളെ ദുഃഖധാമത്തിൽ നിന്നും സുഖധാമത്തിലേക്ക് കൊണ്ടുപോകും. ബാബ ആപ്കെ സിവായ ഹംകോ കൊയ് ഭി സ്വർഗ്ഗ മേ ലേ ജാനാ ഹി നഹീ സക്താ. ബാബ അങ്ങേക്കല്ലാണ്ട് ആർക്കും തന്നെ ഞങ്ങളെ കൊണ്ടുപോകാൻ സാധ്യമല്ല, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യമല്ല. ബാബ കിത്തന അച്ഛി രീതി സമझाते हैं. ബാബ എത്ര നല്ല രീതിയിലാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഗർഭി കിസ്കി ബുദ്ധിമയും ബാഴ്ത്താനേ, എന്നിട്ടും പലരുടെയും ബുദ്ധിയിൽ ഇരിക്കുന്നു. ഈ സമയം ബാബയ്ക്ക് ശ്രേഷ്ഠ മതം മിൽത്തെ ഹെ. ഈ സമയത്ത് നമുക്ക് ലഭിക്കുന്നത് ബാബയുടെ ശ്രീമതം അഥവാ ശ്രേഷ്ഠമായ മതമാണ്. ശ്രേഷ്ഠ മതസേ ഹം ശ്രേഷ്ഠ ബനത്തെ. ശ്രേഷ്ഠമായ ഉപദേശങ്ങളിലൂടെ നമ്മൾ ശ്രേഷ്ഠരായി മാറും. ഹം ശ്രേഷ്ഠ ബനേങ്കെ തോ ശ്രേഷ്ഠ ദുനിയാമേ മുഞ്ചുപത് പായി. ഈ ശ്രേഷ്ഠമല്ലാത്ത ഭ്രഷ്ടമായ ലോകത്തിൽ ആരാണോ ശ്രേഷ്ഠരാകുന്നത് അവരാണ് ശ്രേഷ്ഠ ലോകത്തിലേക്ക്. ശ്രേഷ്ഠ ലോകത്തിൽ പോയിട്ട് ശ്രേഷ്ഠരാകാനല്ല, ഭ്രഷ്ടലോകത്തിൽ ശ്രേഷ്ഠരാകുന്നവരെ ശ്രേഷ്ഠ ലോകത്തിലേക്ക് കൊണ്ടുപോകും. യഹ്തോ ഹെ ഭ്രഷ്ടാചാരി രാവൺ കി ദുനിയ. ഇത് ഭ്രഷ്ടാചാരി രാവണ ലോകമാണ്. അപ്പനി മതപ്പർ ചലനേക്കോ മന്മത്ത് കഹാ ജാതാ ഹെ. തന്നിഷ്ടപ്രകാരം നടക്കുന്നതിനാണ് പറയുന്നത് മന്മത്ത്. ബാബ പറയും, ദാനപുണ്യാദികൾ പാത്രം നോക്കിച്ച് നമ്മൾ പറയും അതിൽ കുഴപ്പമൊന്നും അല്ല, അത് കൊടുത്തോണ്ട് എന്താ കുഴപ്പം, മനുഷ്യൻ പൈസ കൊടുക്കൊണ്ട് കുഴപ്പമുണ്ടാകും. അത് ശരി. ബാബ കാത്തേക്ക് ശ്രീമത്ത് പറിച്ചൽ. ബാബ പറയുന്നത് എന്താണ്? ശ്രീമത്ത് അനുസരിച്ച് നടക്കൂ. തുങ്കോ ഫിർ ഘടി ഘടി ആസുരീയ മത് നരകമേ ധക്കേലി. എന്നാൽ നമ്മളാണെങ്കിലോ അടിക്കടി ആസുരീയ മതത്തിൽ, ഈ നരകത്തിൽ നമ്മൾ തള്ളിയിടപ്പെടുകയാണ്. ക്രോധ കർണ ആസുര്യ മത, ദേഷ്യപ്പെടുക. ബാബ പറഞ്ഞു അത് ആസുരീയ മതം. അപ്പൊ നമ്മൾ ദേഷ്യപ്പെട്ടാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ ഞാൻ സത്യമാണ്, അവർ ദേഷ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെട്ടത്, അങ്ങനെ ഒരു സാഹചര്യമായതുകൊണ്ടാണ് ദേഷ്യപ്പെട്ടത്? അവർ കേൾക്കുന്നുണ്ടോ ഭൈ? എടുക്കുന്നില്ല. ബാബ कहते बच्चे पाप क्यों करते हो, पुण्य से काम चलाओ. ബാബ പറയാണ്, ഓരോരുത്തരും ബാബയോട് ഉപദേശം ചോദിക്കണം. ബാബ പറയാണ്, കുട്ടികൾ ആരോടും ക്രോധിക്കരുത്. ഏത് സാഹചര്യത്തിലും ബാബ പറയാണ്, നിങ്ങൾ അഭിപ്രായം ചോദിച്ച് പുണ്യപ്രവൃത്തി ചെയ്യും. അപ്പന ഖർച്ച കം കരുതോ. നമ്മുടെ ചെലവൊക്കെ നമ്മളൊന്ന് കുറയ്ക്കും. ഈ ചെലവ് കൂടുമ്പോൾ പാപകർമ്മങ്ങൾ കൂടും. तीर्थों पर धक्का खाना, सन्यासियों के पास धक्का खाना, इन सब कर्मकांड पर कितना खर्चा कर. നമ്മള് ബാബയ്ക്ക് കൊടുത്ത പൈസ കൊണ്ട് തീർത്ഥാടനം നടത്തുക, പിന്നെ സന്യാസിമാർക്ക് പലർക്കും ഭക്തരെന്താണ് സന്യാസിമാരുടെ അടുത്തേക്ക്, ബാബയുടെ കുട്ടികളാണെങ്കിലും സന്യാസിമാരുടെ അടുത്ത് വീണ്ടും പോകാന്ന് വിചാരിക്കും, ഉറക്കാത്തവരാണ്. ഇതെല്ലാം കർമ്മകാണ്ഡങ്ങളാണ്, ഇതേ പൈസ തന്നെ. വക സബ് ചുടാദേത്തെ, ഇതിന്നെല്ലാം ബാബ നമ്മളെ മുക്തമാക്കാം. ഷാദി മേ മനുഷ്യക്ക് ഇത്തന ഷാദുമാന കർത്തേക്ക് കർജ ലേക്കർ ഭി ഷാദി തരാം. വിവാഹത്തിനൊക്കെ എന്തൊരു ആർഭാടമാണ്. ആളുകൾ കടമെടുത്ത്
വിവാഹമൊക്കെ നടത്താം. ഏകതോ കർജ ഉടാത്തെ ദൂസര പതിത് ബൻ. ഒന്ന് കടമെടുക്കും, ബാബർ അത് തെറ്റ്. രണ്ട് പതിതമാക്കുന്നു, അതും തെറ്റ്. സോബി ജോ പതിത് ബനനെ ചാഹത്തെ ജാക്കർ ബനെ. ബാബറിനെ കല്യാണം കഴിച്ച് പതിതമാകാൻ ആഗ്രഹിക്കുന്നവർ പോയി കല്യാണം കഴിക്കും. ജോ ശ്രീമത്ത് पर चल पवित्र बनते हैं उनको क्यों रोकना चाहिए? ശ്രീമത്ത് അനുസരിച്ച് പവിത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്തിനാ തടുക്കുന്നത്? മിത്ര സംബന്ധി ആദ്യ झगड़ा करेंगे तो सहन करना ही पड़ेगा. ഇപ്പൊ ബന്ധുമിത്രാദികൾ ബഹളം വയ്ക്കും. അല്ല, പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്തില്ല, ചക്കനെ കല്യാണം കഴിച്ചു കൊടുത്ത ആൾക്കാർക്ക് എന്തൊരു സ്നേഹം, ചക്കനെ കല്യാണം കഴിച്ചു കൊടുക്കാണ്ട് ഇങ്ങനെ നിർത്തിയിരിക്കാം. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ദൈവം പറയുന്നത് കേൾക്കത്തില്ല, അല്ലേ? ബാബ പറഞ്ഞു ആൾക്കാർ അങ്ങനെ പറയുകയാണെങ്കിൽ ഇതിൽ സഹിക്കണം. മീരാനെ ബി സബ് കുച്ച് സഹനിക്കാണ്. മീര എല്ലാം സഹിച്ചില്ലേ? എനിക്ക് എന്തെല്ലാം സഹിക്കേണ്ടോ? എല്ലാവരും സഹിച്ചിട്ടുണ്ട്. ആരൊക്കെ ഉയർന്നിട്ടുണ്ടോ അവരൊക്കെ സഹിച്ചു. ബേഹത്ത് കാ ബാബ് ആയാ ഹെ രാജയോഗ സിഖലായെ ഭഗവാൻ ഭഗവതി പദ പ്രാപ്ത കരാത്തെ. പരിധിയില്ലാത്ത ബാബ രാജയോഗം പഠിപ്പിച്ച് നമ്മളെ ഭഗവാൻ ഭഗവതി പദവി പ്രാപ്തമാക്കിപ്പിക്കുന്നു. ലക്ഷ്മി ഭഗവതി നാരായൺ ഭഗവാൻ കഹാജാത്ത്. ലക്ഷ്മി ഭഗവതി എന്ന് വിളിക്കും, നാരായണൻ എന്ന് വിളിക്കും. ലൈല ചോദിക്കുന്ന ഉറക്കം പോലെ എനിക്കിപ്പോ നാരായണൻ എന്ന് വിളിക്കും ഭഗവാൻ. കലിയുഗ അന്തമേന്തോ സഭി പതിതഹി ഒരു ഉനംകോ കിസ്നെ ചേച്ചിക്കുക. കലിയുഗത്തിന്റെ അവസാനം ലോകത്തെ എല്ലാവരും പതിതരാണ്. അപ്പൊ ബാബയ്ക്കാണ്. അപ്പൊ അവരാരെ മാറ്റിയെടുത്തത്? അപ്പൊ തും ബച്ചേ ജാനത്തെ ഹോ ബാബ കൈസെ ആക്കർ സ്വർഗ അഥവാ രാമരാജ്യക്ക് സ്ഥാപന കരാത്തെ. ഇപ്പോൾ നമുക്കറിയാം ബാബ എങ്ങനെയാണ് വന്ന് സ്വർഗത്തിന്റെ അഥവാ രാമരാജ്യത്തിന്റെ സ്ഥാപനം ചെയ്യുന്നത്. ഹം സൂര്യവംശി അഥവാ ചന്ദ്രവംശി പദ പാനേക്കരിയെ യഹമായി. നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് സൂര്യവംശ പദവിയോ ചന്ദ്രവംശ പദവിയോ പ്രാപ്തമാക്കാനാണ്. जो सूर्यवंशी सबूत बच्चे होंगे वह तो अच्छी तरह पढ़ाई पड़ेगी. ആ സൂര്യവംശത്തിലേക്ക് പോകുന്ന ബാബയുടെ നല്ല കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കും. എല്ലാത്തിന്റെ ആധാരം പഠിത്തവും പവിത്രം. ബാബ സബ്കോ സമझाते हैं पुरुषार्थ कर तुम मां बाप को फॉलो कर. ബാബ എല്ലാവർക്കും മനസ്സിലാക്കി തരികയാണ്, പരിശ്രമിച്ച് മമ്മയെയും ബാബയെയും നമ്മൾ ഫോളോ ചെയ്യും. ഐസ പുരുഷാർത്ഥ കരോ ജോ ഇൻകെ വാരിസ് ബൻകർ ദിഖാവോ. ബാബ പറയണം, അവര് സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അതിലിരിക്കാൻ പറ്റുന്ന വിധത്തില് നമ്മൾ അവകാശികളാകണം. അങ്ങനെ പുരുഷാർത്ഥം ചെയ്യും. മമ്മ ബാബ കാത്തേ ഹോ തോ ഭവിഷ്യ തക്നശീ ഹോക്കർ ദിഖാവോ. മമ്മ ബാബ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മമ്മയും ബാബയും സിംഹാസനത്തിൽ ഇരിക്കുമല്ലോ. അതിനുശേഷം നമ്മൾ പോയിരിക്കണം. എന്നുവെച്ചാൽ അങ്ങനെ തല്ലുപിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അതിനുള്ള പുരുഷാർത്ഥം ചെയ്ത് അവരുടെ കുട്ടികളായിട്ട് ജനിക്കാനുള്ള പുരുഷാർത്ഥം. ബാബ തോ കാത്തേ ഹെ ഇതനാ പഠോ ജോ ഇസ്മേ ഊഞ്ച് ഇസ്സേ ഊഞ്ച് ജാവോ. ബാബ എന്താ പറയുന്നത്? പഠിച്ച് അവരെക്കാളും മുകളിൽ മമ്മയും ബാബയും പഠിക്കാൻ സാധിക്കും. എല്ലാ ജന്മങ്ങളിലും അവർ തന്നെ ആയിരിക്കില്ല. അപ്പൊ നമുക്ക് അവരെ പഠിച്ചു ബാബ വെല്ലുവിളിക്കാം. ഐസെ ബഹുത് ബച്ചേ ഹോത്തേ ഹെ ജോ ബാബസെ ഊഞ്ച് ചലേ ജാത്തേ ഹെ. ധാരാളം കുട്ടികൾ ബാബയെക്കാളും മുകളിൽ പോകും. ബേഹത്ത് കാ ബാബ് കാത്തേ ഹെ ഹം തുംകോ വിശുദ്ധ മാലിക് ബനാത്താ. പരിധി ഇല്ലാത്ത അച്ഛൻ പറയാണ്, ഞാൻ നിങ്ങളെ വിശ്വത്തിന്റെ അധികാരിയാക്കാം. മേൻ തോടെ ഹി ബനത്താഹും. ഞാൻ ഒരിക്കലും വിശ്വത്തിന്റെ അധികാരിയാകും. കിത്തന മീട്ടാ ബാബ ഹി. ബ്രഹ്മബാബ പറയണ, ഈ ബാബ എത്ര മധുരമാണ്. നമുക്ക് സിംഹാസനം നൽകിയിട്ട് ബാബ ഒന്നും എടുക്കും. എനിക്ക് ഈ ശ്രീമത്ത് മഷൂർ ഹെ. ബാബയുടെ ശ്രീമത്ത് അതിപ്രശസ്തമാണ്. തും ശ്രേഷ്ഠ ദേവി ദേവതാധേ ഒരു 84 ജന്മ ലേത്തെ ലേത്തെ അഭി പതിത് ബൻ പടേ ഹോ. നമ്മൾ ശ്രേഷ്ഠ ദേവി ദേവതകളായിരുന്നു. 84 ജന്മങ്ങൾ എടുത്തെടുത്ത് ഇപ്പോൾ നമ്മൾ പതിതരായി മാറി. ആർ ജിത്തുക്കാക്കിൽ. ഇതൊരു ജയത്തിന്റെയും പരാജയം. പ്രകൃതിയിൽ ജയിച്ചിരിക്കും, പ്രകൃതിയെ നമ്മൾ തോറ്റുപോകും, പ്രകൃതിയുടെ അടുത്ത് തോറ്റുപോകും. മായാസെ ഹാരേഹാർ മായാസെ ജീത്തിച്ചു. മായയോട് അമ്പെ നമ്മൾ തോറ്റുപോകും, മായയെ നമ്മൾ നന്നായി ജയിപ്പിച്ചു. മൻ അക്ഷർ കഹന റോങ് ഹെ മൻ അമൻ തൊടഹി ഹോ സക്ക. ഈ മനസ്സ് എന്നൊന്നും പറയണ്ട, അതൊക്കെ മനസ്സൊരിക്കലും അമനസ്സാകില്ല. മനസ്സില്ലാണ്ടാക്കണം. ഇവരുടെ വിചാരം എന്താണ്? മനസ്സില്ലാണ്ടാക്കുകയാണെങ്കിൽ മനസ്സാണ് ബ്രഹ്മത്തിന്റെ നമ്മുടെ ഇടയിൽ കിടന്ന് കളിക്കും. അപ്പൊ ഈ മനസ്സില്ലാണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ബ്രഹ്മമായി മാറുന്നതാണ് അവർ പറയുന്നത്. അവർ പറഞ്ഞു മനസ്സിനെ നിർത്താൻ പറ്റും. മൻതോ സങ്കല്പ കരേക. മനസ്സെപ്പോഴും വിചാരങ്ങൾ ചെയ്യും. ഹം ചാഹെ സങ്കല്പരഹിത ഹോക്കർ ബൈഡ ജായ പരതു കപ്തർ. നമ്മളും ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്? സങ്കല്പരഹിതമായ മൗനത്തിലിരിക്കാന്ന് പറയും. അപ്പൊ അങ്ങനെ ഇരുത്താറുണ്ട്. ഒരാഴ്ചയൊക്കെ ചിലപ്പോൾ ഇരിക്കുന്നു കേൾക്കുന്നു യജ്ഞത്തിന്റെ സമയത്ത്. അപ്പൊ നമ്മൾ ഒരു ദിവസം ഒരു 10 മിനിറ്റ് ഇരിക്കാൻ പറ്റും സങ്കല്പരഹിതമായ മൗനത്തിൽ. ബാബ പറയണു, അങ്ങനെ നിങ്ങൾ എത്ര നേരം ഇരിക്കും? കർമ്മത്തോ കർണാഹീന. കർമ്മം ചെയ്യേണ്ടത്. വഹ സമുച്ചത്തേഹെ ഗൃഹസ്ഥ ധർമ്മമേ രഹന യഹ് കർമ്മനഹീൻ കർണാഹി. അവർ വിചാരിക്കുന്ന എന്താ? ഗൃഹസ്ഥ ധർമ്മത്തിൽ കഴിയണം. അപ്പൊ നമുക്ക് ഈ കർമ്മമൊന്നും ചെയ്യാം. ഇനി ഹഠയോഗ സന്യാസിയും കവി പാർട്ടി. ഹഠയോഗ സന്യാസികൾക്ക് ഒരു പാർട്ടുണ്ട്. ഉൻകാ ഭി ഏക യഹ് നിവർത്തി മാർഗ വാലം കാ ധർമ്മ ഹെ
और कोई धर्म में घाട്ട് जोड़ जंगल में नहीं जाते. അവരുടെ ഈ നിവർത്തി മാർഗക്കാരുടെ ആ ധർമ്മത്തിന്റെ ഒരു പാർട്ടാണ് വീട് വിട്ട് കാട്ടിൽ പോകും. വേറെ ധർമ്മത്തിൽപ്പെട്ടവരെ പള്ളിലച്ചന്മാരെ കൊണ്ടെങ്കിലും അവർ കാട്ടിലൊന്നും അങ്ങനെ പോകാറില്ല. പള്ളിയിൽ നാട്ടുകാരുടെ ഇടയിൽ. മുസ്ലിങ്ങൾക്കാണെങ്കിൽ എല്ലാവരും കല്യാണം കഴിക്കുന്നു, ബ്രാഹ്മണർക്കും കല്യാണം കഴിക്കണമെന്നാണ് ശരിക്കും നിയമം. പക്ഷെ പിന്നീടാണ് ശങ്കരാചാര്യ വന്ന് കുറെ പേരെ പിടിച്ച് മാറ്റിവെച്ചു. അഗർ കൊയ്യനെ ചോടാ ബി ഹേ തോ ബി സന്യാസിയും കോ ദേഖ്, അഥവാ ആരെങ്കിലും ഈ വീട് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ ബാബർ ആ സന്യാസികളെ കണ്ടിട്ടുണ്ട്. ബാബ കൊയ്യ് ഘർസെ വൈരാഗ്യ നഹിന്നില്ല. ബാബ തീർത്ത് പറയാണ്, ഞാൻ ഒരു വീടിനോടും വൈരാഗ്യം ഉദിപ്പിക്കുന്നില്ല. ബാബ കാത്ത് വൈരാഗ്യം വെച്ചിട്ടുണ്ടെങ്കിൽ അകത്തുനിന്നും വൈരാഗ്യം വേണം, അവർ പുറത്തൊരു വൈരാഗ്യം വരെ വേണം. അഗർ കൊയ്യനെ ചോടാ ബി ഹേ തോ ബി സന്യാസിയും കോ ദേഖ്, ബാബ കൊയ്യ് ഘർസെ വൈരാഗ്യ നഹി ദിലാത്തെ ബാബ കാത്തെ ഹേ ബൽ ഘർ മേ രഹോ പരതു പവിത്ര. ബാബ പറഞ്ഞ വീട്ടിൽ തന്നെ കഴിയും, പക്ഷെ പവിത്രമായി മാറും. പവിത്രത എന്ന് വെച്ചാൽ എന്താണ്? ഇഹലോകത്തിൽ ഒന്നും ഓർമ്മയില്ല. പുരാനി ദുനിയാക്കോ ഭൂൽത്തെ ജാओ, ഈ പഴയ ലോകത്ത് നമ്മൾ മറക്കണം. തുമാരെ ലിയെ നയ്യ ദുനിയ ബനാ രഹാ, നമുക്ക് വേണ്ടി ബാബ പുതിയ ലോകം പണിതുകൊണ്ടിരിക്കുകയാണ്. ശങ്കരാചാര്യ സന്യാസിയോं ऐसे नहीं कहते कि तुम्हारे लिए नई दुनिया बनाता हूं, उसका है हद का संन्यास जिससे अल्पकाल का सुख मिलता है. ശങ്കരാചാര്യ തന്നെ സന്യാസിയോട് പറഞ്ഞില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുതിയ ലോകം പണിയാൻ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടില്ല. ബാബ പറയാണ്, അവരുടേത് പരിധിയുള്ള സന്യാസമാണ്. അല്പസുഖങ്ങൾ, പരിധിയുള്ള സുഖം കുറച്ച് സുഖങ്ങൾ. അപവിത്ര ലോക ജാക്കർ മാതാ ടേക്ക്, അപവിത്രമായ മനുഷ്യരെ സന്യാസികളുടെ മുമ്പിൽ തലകുമ്പിടും. പവിത്രതാക്ക ദേഹവും കിത്തന മാൻ, പവിത്രതയ്ക്ക് എന്തൊരു മാന്യതയാണ്, ആദരവാണെന്നാണ് പറയുന്നത് അല്ലേ? നിങ്ങൾക്ക് വലുതാനും എന്തായാലും മാനം മേടിക്കാൻ പോകും. അങ്ങനെ മാനം മേടിക്കാൻ പോകും, മാനം മേടിക്കണം. ഇങ്ങനെ മേടിക്കാൻ പോകും ലുലു മാർക്കറ്റിൽ പോയി മാനം കൊടുത്താല് മാനം കിട്ടും അല്ലെ? നമ്മൾ വിനയമുള്ളവരായി വിനയചിത്തരായി മാറുമ്പോൾ ബാബ പറയണു, ആ ഗുണത്തിന് മുമ്പിൽ എല്ലാവരും നമിച്ചു. ബാബ പറയാണ്, അരകൽപ്പം ബാബ പറയാണ്, അല്പകാലത്തെ സുഖം സന്യാസത്തിൽ നിന്ന് കിട്ടും. ഈ അപവിത്രമായ ആൾക്കാർ പോയിട്ട് സന്യാസികളുടെ മുമ്പിൽ തലകും. പവിത്രതയ്ക്ക് വലിയ മാന്യതയാണ്. അഭിതോ ദേഖു കിത്തനെ ബെഡെ ബെഡെ ഫ്ലാറ്റാദി ബനാ. ഇന്ന് സന്യാസികൾ കുടിലൊന്നും അല്ല, കാട്ടിലും അല്ല, ആശ്രമത്തിലും അല്ല, വലിയ വലിയ ഫ്ലാറ്റുകളൊക്കെ മേടിച്ചു കൊടുക്കും. മനുഷ്യ ദാൻ കർത്തേഹെ അപ്പൊ ഇസ്മയം പുണ്യത്തോ കുറിച്ച് പോകാൻ ബാബ പറഞ്ഞ സന്യാസിക്ക് ഫ്ലാറ്റ് മേടിക്കാൻ പൈസ കൊടുക്കുന്നതിൽ എന്ത് പുണ്യം? അല്ല, ആർഭാടമായിട്ട് ജീവിക്കുന്നതിന് നമ്മൾ പൈസ കൊടുക്കുന്നത് പുണ്യമാകുന്നത് എങ്ങനെയാണ്? മനുഷ്യ സമുച്ചയത്തേക്ക് ഹം ജോ കുച്ച് ഈശ്വർ അർത്ഥ കർത്തെ വകുപ്പുണ്യം. മനുഷ്യരെന്താ വിചാരിക്കുന്നത്? ഈശ്വരന്റെ പേരിൽ ഈശ്വരാർത്ഥം നമ്മൾ എന്ത് ചെയ്താലും പുണ്യം. ബാബ कहते हैं मेरे अर्थ तुम किस किस कार्य में लगाते हो, दान उनको देना चाहिए जो पाप न करे. ബാബ പറയാണ്, എനിക്ക് വേണ്ടി നീ ഏതെല്ലാം കാര്യത്തിലാണ് ചെലവഴിക്കുന്നത് ഇതൊക്കെ ബാബ നോക്കുന്നുണ്ട്. ബാബ പറഞ്ഞു, ദാനം ചെയ്യുമ്പോൾ നമ്മൾ നോക്കണം, എന്താണ്? പാപം ചെയ്യരുത്. നമ്മുടെ പൈസ മേടിച്ച് പാപം ചെയ്യാതിരിക്കുന്നത്. അതല്ലെങ്കിൽ മനുഷ്യൻ നമുക്ക് അത്യാവശ്യമൊക്കെ സഹായിക്കാം, പക്ഷെ നമുക്ക് വളരെ ശ്രദ്ധ വേണം, ഭയങ്കരമായ നിമിത്ത ഭാവം വേണം. അല്ലെങ്കിൽ അയാളെ കാണുമ്പോൾ ഓർമ്മ വരും, നമ്മുടെ പൈസകളുടെ കയ്യിലിരിക്കാൻ അന്തിമ സമയത്ത് अमेरिकी और अगर पाप किया तो तुम्हारे ऊपर उनका असर पड़ जाएगा क्योंकि तुमने पैसे दिए. അഥവാ നമ്മൾ കൊടുത്ത പൈസ കൊണ്ട് അവർ പാപകർമ്മം ചെയ്യുകയാണെങ്കിൽ ബാബ പറയണു, അതിന്റെ പ്രഭാവം നമ്മളിൽ വരും. എന്തുകൊണ്ടെന്നാല് നമ്മൾ കൊടുത്ത പൈസക്കാണ് അവർ ചെയ്യും. നമ്മുടെ പൈസ എടുത്തു അവർ പാപകർമ്മം ചെയ്തു, അവരുടെ അവസ്ഥ താണു, നമ്മുടെ അവസ്ഥയെ താഴും. അത് നമുക്ക് ദേത്തെ ദേത്തെ തും കങ്കാൽ ഹോകെ. ബാബ പറയാണ്, പലർക്ക് കൊടുത്ത് പാപ്പരായി. पैसे ही सब बर्बाद हो गए, पैसा का नशिപ്പിച്ചു. करके अल्पकाल का सुख मिल जाता है, यह भी ड्रामा. अल्पकाल സുഖം കിട്ടിയിട്ടുണ്ടാവും ദാനം ചെയ്യുന്നു, അതൊക്കെ ഡ്രാമയിലാണ്. अभी तुम बाबा की श्रीमत पर पावन बन रहे हो, पैसे भी तुम्हारे पास कहाँ डर होंगे. ഇപ്പൊ നമ്മുടെ പൈസയല്ല, എന്റെ പൈസയല്ല എടുത്തു കൊടുക്കുക, ബാബയുടെ പൈസ സമർപ്പിച്ചുള്ളത് ബാബയുടേതാണ്. ബാബ പറയാണ്, ബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് പാവനമായി കൊണ്ടിരിക്കുകയാണ്. പൈസ നമുക്ക് അവിടെ ധാരാളം വന്നു. ഇവിടെ ബാബ എന്താ പറയുന്നത്? എത്ര പൈസ വേണം? 2 ലക്ഷം എത്ര വേണം? 2 ലക്ഷം വേണ്ടേ? നമുക്ക് ഇത് വേണം, ഒരു വെട്ടിക്കലിയ ദൂരം, അതിനടുത്തിരി പൈസ വെച്ച് വഹം പോയി പദ്ധതി ഹോത്തനെങ്കിൽ ഏകപടി സമീക്ഷനേക്ക് ബാധ്യം. അവിടെ പദ്ധതിയിൽ ആരും ഉണ്ടാവില്ല. ഇതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. തുമക്കോ ഈശ്വരീയ ഔലാദ്, നമ്മളാരാണ്? ഈശ്വരന്റെ കുട്ടികളാണ്. തുമാരേമേ ബഡി റോയൽറ്റി ഹോനി ചാഹി, നമ്മളിൽ വളരെയധികം റോയൽറ്റി, രാജകീയത ഉണ്ടാവണം. കാലത്തേക്ക് ഗുരുക്ക് നിന്ദകിട്ടാവുന്നപ്പായി ഇങ്ങനെ പറയാറുണ്ട്, ഗുരുവിനെ നിന്ദിക്കുന്നതിന് ഗതി കിട്ടത്തില്ല. പുനമേ ബാബ് ടീച്ചർ ഗുരു അലഗ്, അവരിലെ അച്ഛനും ടീച്ചറും ഗുരുവും വേറെ വേറെ.
യഹം തോ ബാപ്പ് ടീച്ചർ സദ്ഗുരു ഏകഹി. ഇവിടെയാണെങ്കിലോ നമുക്ക് അച്ഛനും ഒരാളാണ്, ടീച്ചർ ഒരാൾ തന്നെയാണ്, നമ്മുടെ സദ്ഗുരു ഒരാളാണ്. ആരാണ് നമ്മുടെ അച്ഛനും ടീച്ചറും സദ്ഗുരു? ബ്രഹ്മബാബ. ഉറപ്പാണ്, ഉറപ്പാണ്. അഗർ തും കൊയ് ഉൾട്ടി ചലൻ ചലേ തോ തീനോं കെ നിന്ദക് ബൻ പടേ. ബാബ പറയാണ്, നമ്മൾ തലതിരിഞ്ഞ പെരുമാറ്റം നടത്താണെങ്കിൽ ഈ 3 പേരുടെയും പേര് ശരിയാണ്, പിന്നെ നമുക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. സത്ത് ബാബ, സത്ത് ടീച്ചർ, സദ്ഗുരുക്ക് മതപ്പുറ ചലനെ സേ ഹി തും ശ്രേഷ്ഠ ബൻ ജാത്തെ. സത്യമായ ബാബ, സത്യമായ ടീച്ചർ, സത്യമായ ഗുരു, ഈ 3 പേരുടെയും മതമനുസരിച്ച് നടക്കുന്നതിലൂടെ നമ്മൾ ശ്രേഷ്ഠമായി മാറുക. 3 പേര് 3 തരത്തിൽ പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ, എളുപ്പമാണ്. 3 പേരും ഒരേ തരത്തിലല്ല പറയാം, കാര്യം 3 ഒന്ന് തന്നെയാണ്. शरीर तो जोड़ना ही है, तो क्यों ना इसे ईश्वरीय अलौकिक सेवा में लगाकर भव से वर्षन. ശരീരം എന്തായാലും നമുക്ക് വിട്ടുപോകും. അപ്പൊ ബാബ പറയാണ്, ഈ ശരീരം കൊണ്ട് എന്തുകൊണ്ട് ഈശ്വരീയ സേവ ചെയ്യുക, അലൗകിക സേവ ചെയ്ത് ബാബയിൽ നിന്ന് സമ്പത്ത് എത്ര നമ്മൾ സേവ ചെയ്യുന്നു അത്രയും നമ്മുടെ ഭാഗ്യമാണ്. ബാബ കാത്തേക്ക് ഇസേ ലേക്കർ ക്യാ കരുക. ചിലർക്ക് വിചാരമാണ്, ഇതിപ്പോ നമ്മൾ ഈ പൈസ എല്ലാ പ്രസ്ഥാനം പൈസ പിരിക്കുന്നു, ഇവരെന്താ പൈസ വേണ്ടെന്നൊക്കെ പറഞ്ഞാൽ പൈസ ഉണ്ട് ചോദിക്കുന്നു. അപ്പൊ ചിലർ വിചാരിക്കുന്നത് പൈസക്കിന്റെ മൗണ്ടവി കൊണ്ടിട്ട് ബാബ എന്തെങ്കിലും കൈകാര്യം ചെയ്യും. ബാബ പറയണത്, നിങ്ങളുടെ പൈസ ഇട്ടിട്ട് എനിക്ക് എന്ത് ചെയ്യാം? മേം തുംകോ സ്വർഗ്ഗി ബാദ്ഷാഹി ദേത്ത. ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ സാമ്രാജ്യം നൽകാൻ അവതരിക്കുന്നത്. വഹാബി മേം മഹ്ലോമെ നഹി രഹത്ത യഹാബി മേം മഹ്ലോമെ നഹി. അവിടെയും ബാബ പറയുന്നത് ഞാൻ കൊട്ടാരത്തിൽ താമസിക്കില്ല, അവിടെ വരത്തില്ല. ഇവിടെയും ബാബ പറയുന്നത് ഞാൻ കൊട്ടാരത്തിൽ താമസിക്കില്ല. ബാബ എന്തുകൊണ്ടാണ് കുടിയിൽ താമസിച്ചത്? ബാബ ശിവബാബയ്ക്ക് സമർപ്പിച്ചു. നാട്ടുകാരുടെ പൈസ വരാൻ തുടങ്ങി. നാട്ടുകാരും വീട്ടുകാരും ഇല്ലെങ്കിലും ബാബയുടെ അക്കത്തിൽ പൈസയാണല്ലോ. അപ്പോൾ ആ പൈസ കൊണ്ട് ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് ജീവിക്കാം. അത് അനാവശ്യമായ കാര്യത്തിൽ ഉപയോഗിക്കാൻ പാടില്ല ബാബയുടെ പൈസ. ഗാത്തേഹി ബം ബം മഹാദേവ ഭരതേ നേരി ചൊല്ലി. ഭക്തിയിൽ പാടാറുണ്ട്, ബം ബം മഹാദേവ, എന്റെ സഞ്ചി നിറയ്ക്കണം. പരന്തു വഹ് കബ് കൈസെ ജോലി ഭർത്തെ യഹ് പൈപ്പിനെ. എന്നാൽ ഈ മഹാദേവൻ എന്ത് സഞ്ചി നിറച്ചു, എങ്ങനെ സഞ്ചി നിറച്ചു, ആർക്കും അറിയാൻ പാടില്ല. ബാബ പറഞ്ഞു, ഇതൊക്കെ നിറയ്ക്കുന്നത് ഇവിടെ തന്നെ. ജോലി ഭരീതി തോ ജരൂർ ചൈതന്യമേന്ത്. നമ്മുടെ സഞ്ചി നിറച്ചിരിക്കുക, നമ്മുടെ ആത്മാവ് സമ്പന്നമായിരുന്നു, അത് നമ്മൾ ചൈതന്യത്തിലായിരുന്നു. 21 ജന്മം കെലിയത്തും ബഡേ സുഖി സാഹുക്കാർ ബഞ്ചാത്തെ. 21 ജന്മത്തേക്ക് നമ്മൾ വളരെ സുഖമുള്ളവരും അതേപോലെ തന്നെ ധനമുള്ളവരുമായിട്ട് മാറും. ഐസെ ബാബയ്ക്ക് മധുപ്പർ കഥം കഥം ചലനായി. അപ്പൊ അങ്ങനെ നമ്മള് ധനത്തിലേക്കും ബന്ധങ്ങളിലേക്കും എല്ലാം 100% സദൂരേക്ക് വിടുന്ന ബാബയെ, ആ ബാബയുടെ ചുവട് പ്രകാരം ചുവടനുസരിച്ച് ഓരോ ചുവടിലും ആ മതമനുസരിച്ച് നടക്കണം. വെടി മഞ്ച്. ബാബ തന്നെ പറയാണ്, ഒരു കടുപ്പാണ്, അത്ര എളുപ്പമൊന്നുമല്ല. അഗർ കൊയ് കഹെ മേ നഹിയും ചൽ സക്ത ബാബ കഹെങ്കിൽ തും ഫിർ ബാബ ക്യോं कहते. ചിലർ പറയും ഞങ്ങൾക്ക് നടക്കാൻ പറ്റും. ബാബ ചോദിക്കാണ്, പിന്നെ നീ എന്തിനാ എന്നെ ബാബ എന്ന് വിളിച്ചു? ബാബ എന്ന് അച്ഛ എന്ന് വിളിക്കുകയാണെങ്കിൽ ബാബ പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് അനുസരിക്കണം. അച്ഛനും ടീച്ചറും ഗുരുവാണ്, സംബന്ധമാണ്. അപ്പൊ പറഞ്ഞ അനുസരിക്കണം. അപ്പൊ പറയാണ്, നമ്മൾ അനുസരിക്കത്തില്ല. ശ്രീമത്ത് पर नहीं चलेंगे तो बहुत डंडे खाएंगे. ബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് നടന്നില്ലെങ്കിൽ കടുത്ത ശിക്ഷണം ഉണ്ടാവും. പദവി ഭ്രഷ്ട ഹോക. സത്യത്തിലെ പദവിയും പോകും. ഗീതാമേം भी सुना कहते हैं कि मुझे ऐसी दुनिया में ले चलो जहाँ सुख और शांति. ആ പാട്ടിൽ നമ്മൾ കേട്ടു, എന്നെ ദൈവമേ അങ്ങനെയുള്ള ഒരു ലോകത്തിലേക്ക് കൊണ്ടുപോകണം, അവിടെ സുഖവും ശാന്തിയുമായി. സ്വത്ത് ബാബ് ദേ സക്താ ഹൈ, അത് ബാബയ്ക്ക് നൽകാൻ പറ്റും. ബാബയ്ക്ക് മതപ്പർ നഹി ചലെങ്കി തോ അപ്പനേക്കോ ഹി ഘാട്ടാ ഡാലും. നമ്മൾ ബാബയുടെ മതപ്രകാരം നടന്നില്ല, അവർക്ക് കുഴപ്പമില്ല, ഞാൻ യജ്ഞം പൂർത്തീകരിക്കാതിരിക്കും. ഇല്ല, ഞാൻ പൂർത്തീകരിക്കും. നിന്റെ പാർട്ടും എനിക്കറിയാം, പക്ഷെ നഷ്ടം നമുക്ക് തന്നെ. യഹം പോയി കറച്ചിയാതിക്ക് പാത്തിനേക്ക് വലിയ ചെലവിന്റെ കാര്യമൊന്നുമില്ല. ഐസെ തോടേക്ക് കാത്തെ ഗുരു കെ ആകെ നാരിയൽ ബദാ ഷാദി സെ ലാവോ സ്കൂൾ മേ ഫീ പരോ. ഇവിടെ സ്കൂളിൽ പൈസ അടയ്ക്കാൻ പറയുന്നില്ല, ഫീസ് അടയ്ക്കാൻ പറയുന്നില്ല, ബ്രഹ്മവയസ്സിൽ പോകുന്നില്ല, ശരി 500 അടയ്ക്കാൻ പറയുന്നില്ല. ബാബ പറഞ്ഞു, ഒരിക്കലും പറയാറില്ല ഇവിടെ തേങ്ങയും ഈ ഇതുണ്ടല്ലോ നട്ടും ഇതൊന്നും കൊണ്ടുവരാമെന്ന് ബാബ പറയുന്നില്ല. അവർ നിങ്ങളോടൊന്ന് പഠിച്ചാൽ മതി. കൊച്ചുപിന്നെയും ഒന്നുമില്ല. പൈസ ബൽ അപ്പനെ പാസ് പൈസ കയ്യിൽ വെച്ചു. തും സിർഫ് നോളജ് പഠു. അതായത് പിശുക്കന്മാരോട് ബാബ പറയണം, അവരിതൊക്കെ കേൾക്കുമ്പോ ആയിരിക്കും എന്റെ അടുത്ത് പൈസയുടെ കാര്യം പറഞ്ഞ് അടിച്ചു. ബാബ പറയാണ്, എനിക്ക് നിങ്ങളുടെ പൈസ വേണ്ട, നിങ്ങളുടെ കയ്യിൽ വെച്ചു, നിങ്ങൾ പഠിച്ചാൽ മതി, പഠിച്ചാൽ പദവി കിട്ടും. ഭവിഷ്യ സുധാർ കർണമേ പോയി നുകസാൻതോനാക്കി. ഭാവി പരിവർത്തനപ്പെടുത്തുന്നതിൽ വേറെ നഷ്ടമൊന്നുമില്ല. യഹം മാതാബി നഹിയും കേക്കന സിദ്ധായ ജാത. ഇവിടെ ബാബ തല കുമ്പിടാനൊന്നും പഠിക്കുന്നു. ബാബയുടെ മുമ്പിലൊന്നും ബാബ ആരെ കൊണ്ട് തല കുമ്പിടിപ്പിക്കുന്നു. ആധാ കൽപ്പത്വം പൈസ രഹത്തെ മാതാ ചുക്കാത്തെ കങ്കൽ ബൻ പടേ.
ഭക്തിമാർഗത്തിൽ എന്താണ്? പൈസ കൊണ്ട് കഴിക്കണം, പിന്നെ അത് കൂടാണ്ട് നമ്മൾ നല്ല കാലും. ബാബ പറയാണ് രണ്ട് കാര്യങ്ങൾ ബാബ ഏൽപ്പിക്കുന്നില്ല, പൈസ വാങ്ങിക്കത്തില്ല. ബ്രഹ്മബാബയുടെ കൈ ബ്രഹ്മ പൈസ മേടിക്കത്തില്ല. നമുക്കൊക്കെ പൈസ മേടിക്കാതിരിക്കാൻ പറ്റും, പക്ഷെ ബ്രഹ്മബാബ പൈസ കടിക്കും, കൊണ്ടു കൊടുക്കാൻ ഡിപ്പാർട്ട്മെന്റ് കൊണ്ടു കൊടുക്കാനേ പറഞ്ഞു. അപ്പൊ ബാബ പറയാണ് നമ്മളെ ബാബ ശാന്തിധാമത്തിലേക്ക് കൊണ്ടുപോകും. വഹാംസെ സുഖധാമയും ഭേജുതേ, അവിടെ നിന്ന് നമ്മളെ സുഖധാമത്തിലേക്ക് അയക്കും. സുഖധാമം എന്ന് വെച്ചാൽ സ്വർഗത്തിലേക്ക് നമ്മളെ അയക്കും. ദുഃഖമില്ലാത്ത ലോകം സുഖധാമം. അപ്പൊ നവയുഗ നയ ദുനിയ ആനെ വാലിക്ക് ബാബ പറഞ്ഞ ആ പുതിയ ലോകം, ആ പുതിയ യുഗം ഇപ്പോൾ വരാണ്. ഇനി എത്ര വർഷം കൂടി ഉണ്ട്? എത്ര വർഷം കൂടി ഉണ്ടാവും? സംശയം എന്താ? ഡയാലിസിസ് ഒന്നുമില്ല. എത്ര വർഷം ഉണ്ടാവും? 13 വർഷം ഉണ്ടെന്നാണ് പറയുന്നത്. ബാബ എന്താ പറയുന്നത്? അപ്രതീക്ഷിതമായിട്ടായിരിക്കും കുരുക്കങ്ങൾ വരും, ലോകം നിൽക്കുമായിരിക്കും കുറച്ചൊക്കെ, പക്ഷെ ഒക്കെ ഇളകി മറിയും. ബാബ പറയാണ് ഞാൻ നിങ്ങളെ യോഗ്യരാക്കിക്കൊണ്ടിരിക്കുകയാണ്. നാരദനെ പോലെ അഗർ കൊയ് ബി ഭൂത് ഹോഗാത്വം ലക്ഷ്മിക്കോ പറഞ്ഞ എന്തെങ്കിലും ഭൂതം നമ്മളുണ്ടെങ്കിൽ ലക്ഷ്മിയെ വരിക്കാൻ പറ്റും, തിരിച്ചു നാരായണനെ വരിക്കാൻ പറ്റില്ല. നമ്മളുള്ളിൽ ക്രോധമുണ്ടെങ്കിൽ, കാമം ഉണ്ടെങ്കിൽ, ലോഭം ഉണ്ടെങ്കിൽ, മോഹം ഉണ്ടെങ്കിൽ, അഹങ്കാരം, ഈ 5 വികാരങ്ങളിലെ അംശമെങ്കിലും ഉണ്ടെങ്കിൽ ബാബ പറഞ്ഞു ലക്ഷ്മിയെ വരിക്കാൻ പറ്റും. अगर कोई भी भूत होगा तो तुम लक्ष्मी को वरना ही सकेंगे। एक तो बच्चे तुम अपना घर बार भी संभालना ही और सर्विस भी कर. നാം ഞങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കല്, വല്ല കാട്ടിലും പോയി അവിടെ നടക്കത്തില്ല. വീട്ടിലെ കാര്യങ്ങൾ നോക്കുകയും ചെയ്യണം, സേവ ചെയ്യും, ബാലൻസ് ചെയ്യും. വീട്ടിലെ കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് നോക്കി 10 മണിക്ക് മുമ്പ് എല്ലാം പാചകം ചെയ്ത് വെച്ചിട്ട് സെന്ററിലേക്ക് വരേണ്ടി നല്ലതാണ്. സെന്ററിലേക്ക് വരുന്ന 12 മണിക്കാണ്, വീട്ടിലുണ്ടാക്കി വെച്ചു. ഇതിനെ സെന്ററിലേക്ക് വരുന്ന ഇവിടെ ഉള്ള കൂടി എടുത്ത് കഴിക്കുക. അതുപോലെ സേവയും ചെയ്യും, പഠിക്കുന്നു, യോഗ ചെയ്യും, എല്ലാ പഠിത്തം, യോഗ, ഇതൊക്കെ വേണ്ടേ. ബാബ പറയാണ് കുട്ടികളെ നിങ്ങൾ നിങ്ങളുടെ വീട് നോക്കണം, സർവീസും ചെയ്യും. പകലെ ഇത് ഭാഗ്യ ഇസ്ലിയെ ക്യോങ്കി ഇനം പർ ബഹുത് മാർ പടി. ആദ്യകാലത്ത് വീട് വിട്ട ഓടിയത് കുട്ടികൾ, അതുകൊണ്ട് അടിമേടിച്ചു. ബഹുത് അത്യാചാരം പോയി, സ്ത്രീകൾ നേരെ കണ്ടവൻ അത്യാചാരങ്ങൾ നടന്നു. മാർക്ക് ബി ഇനംകോ പർവാഹിനേന്തി, അടി കിട്ടിയാലൊക്കെ അവരെന്താണ്, അവർക്ക് നിസ്സാരമായിരുന്നു, അവർ വക വെച്ചിരുന്നില്ല. പട്ടിമേ കൊയ്യ് പക്കേ കൊയ്യ് കച്ചേ നികൽകയും, എന്നിട്ട് പട്ടി നടത്തി. 14 വർഷത്തെ പട്ടിയിൽ കുറച്ചുപേര് പറഞ്ഞ മൂത്ത് ഇഷ്ടവും, ചെറുതാണെങ്കിലോ പച്ചയായി. ഡ്രാമാക്കി ബി വയസ്സെത്തി. അപ്പൊ ബ്രഹ്മബാബയും ശിവബാബയും ഡയറക്റ്റ് കോഴിക്കുഞ്ഞുങ്ങൾ പിടിച്ചു വെക്കുന്ന പോലെ നമ്മളൊക്കെ പിടിച്ചു വെച്ചിട്ട് പുരുഷാർത്ഥത്തിൽ കുറെ പേര് തോറ്റുപോയി, കുറച്ചുപേര് ജയിച്ചുള്ളൂ. തോറ്റുപോകാൻ കാരണം എന്താണ്? ഈശ്വരൻ ബാബ രണ്ട് ബാബമാരോട് ഒന്നിച്ചിരുന്ന് പരിപാലിച്ചു, എന്നിട്ടും ബാബ അവരുടെ കുട്ടികൾ തോറ്റുപോയി. കാരണം എന്താണ്? ഒന്നുകൂടെ തോറ്റുപോകും. അതുകൊണ്ട് ജയിക്കുന്ന എന്തുകൊണ്ടാണ് തോക്കുന്നത്? ഇത്തരം ആരും മിണ്ടാത്തത്. ബാബ പറയാണ് എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? കാരണം ഡ്രാമയിൽ അങ്ങനെ ആയതുകൊണ്ടാണ്. ജോ ഹുവ സോ ഹുവ കുർബി ഹുവ. എന്താണോ കഴിഞ്ഞ കൽപ്പത്തിൽ ഡ്രാമയിൽ, അത് ഈ കൽപ്പത്തിൽ ആവർത്തിക്കും, ഇങ്ങനെയുള്ള കൽപ്പത്തിലും ആവും. ഈ കൽപ്പത്തിലും ചെയ്തു നമുക്ക് എല്ലാ കൽപ്പങ്ങളും ഉറപ്പാണ്. ഗാലിയാമ്പി ദേൻ, നിന്ദ കണ്ടവൻ അനുഭവിക്കണം. സബ്സേത്തെ ബഡി ഗാരി ഖാത്തേക്ക് പരമിത പരമാത്മ. ഏറ്റവും കൂടുതൽ നിന്ദ കേട്ടത് ആരാണ്? ശിവപരമാത്മാവാണ്. കഹദേത്തെ പരമാത്മാ സർവ്യാപിക്ക് കുത്തെ ബില്ലി കച്ചപ്പച്ചും സർവ്വം. അവര് ഭഗവാനെ നിശ്ചയത് ഭഗവാൻ സർവ്യാപിയാണ്. പട്ടിയിലെ, പൂച്ചയിലെ, പിന്നെ ആമയിലും മത്സ്യത്തിലൊക്കെ ബാബ പരമാത്മാവുണ്ട്. ബാബ കാത്തെ മേം തോ പരോപകാരി. ബാബ പറയാണ് ഞാൻ പരോപകാരിയാണ്. അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് ഉത്തരവുണ്ടോ? അതായത് പരമാത്മാവ് പട്ടിയിലും പൂച്ചയിലും ഒക്കെ ഇല്ലേ? ഭക്തിമാർഗത്തിൽ പറയുമല്ലോ പരമാത്മാവാണ് പട്ടിയും പൂച്ചയായിട്ട്. അപ്പൊ ആൾക്കാർ ചോദിക്കുകയാണ്, ജ്ഞാനപ്പാനിലൊക്കെ കാലത്തെ മൈക്ക് വെച്ച് തകർക്കുന്നതല്ലേ? എത്ര ജനം മരമായി, എത്ര ജനം കൃമിയായി കിടന്നു, പിന്നെ പൂച്ചയായി അല്ലെ? അപ്പൊ ബാബ ആളുകളുടെ വിശ്വാസം എന്താണ്? ഭഗവാനാണ് എല്ലാം. മത്സ്യവും ആമയും പൂച്ചയും പട്ടിക ഭഗവാൻ നിന്ദിക്കാണ് ചെയ്തത്. ബാബ കാത്തേക്ക് മേംതോ പരാപകാരി. ബാബ പറയാണ് എന്തെല്ലാം എന്നെ നിന്ദിച്ചാലും, ഏറ്റവും കൂടുതൽ നിന്ദിച്ചത് ഭാരതവാസികളാണ്. ബാബ പറയുന്നത് നിങ്ങൾ എത്ര നിന്ദിച്ചാലും അത് നിങ്ങൾക്ക് ഉപകാരം ചെയ്യും.
തുംകോ വിശുക്ക മാലിക് ബനാത്ത. എന്ത് ഉപകാരമായി ചെയ്യുന്നത്? നമ്മൾ വിശുദ്ധന്റെ അധികാരിയാക്കും. ബാബ ഒരിക്കലും നേരെ സഹായിക്കത്തില്ല. ആളുകൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ, ദൈവം പറഞ്ഞ് പ്രാർത്ഥിക്കാനേ പാടില്ല, നേരെ സഹായിക്കില്ല. ബാബ നമുക്ക് ജ്ഞാനത്തിന്റെ സമ്പത്ത് നൽകും. ജ്ഞാനത്തിന്റെ സമ്പത്ത് എന്താവും? ഓട്ടോമാറ്റിക്കലി ഭൗതിക സമ്പത്തായി. ശ്രീകൃഷ്ണ സ്വർഗ പ്രിൻസിക്കേന, ശ്രീകൃഷ്ണൻ സ്വർഗത്തിന്റെ രാജകുമാരനാണ്. उनके लिए फिर कहते सर्प ने डसा काला हो गया अब वहम सर्प कैसे डसेगा. ആ കൃഷ്ണനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടെ സർപ്പം വന്നു കൊത്തി. ബാബ പറയണു സത്യത്തിൽ സർപ്പമേ ഇല്ല. ഇതാരും ആരാ പറയുന്നത്? അല്ലെ, ഇതെല്ലാം കണ്ട് ഈശ്വരൻ പറഞ്ഞു സത്യത്തിൽ സർപ്പവുമില്ല, പിന്നെ കൊത്തി എന്നാ പറയുന്നത്. ശിവനെ സംബന്ധിച്ചിടത്തോളം ആമയിലും പട്ടിയിലൊക്കെ ഉണ്ട്. കൃഷ്ണപുരിമയും ബല കംസ് കഹംസയായ ബാബയാണ്. കൃഷ്ണപുരിയിൽ കംസൻ എവിടെ നിന്ന് വരാൻ? ഏക സഭയെ ദന്തകായ. ഇതെല്ലാം വെറും കെട്ടുകഥകളാണ്. ഭക്തി മാർഗക്ക് ഏക സാമഗ്രിക്ക് ജിസസെ തും നീचे ഉതർത്തെ ഹോ. ഇതെല്ലാം ഭക്തിമാർഗത്തിൽ വായിക്കാനുള്ള സാധനങ്ങളാണ്. ഭക്തിമാർഗത്തിൽ കുറച്ച് ചരിത്രവും കുറച്ച് സത്യവും കുറച്ച് കൂടുതൽ അസത്യവും. ബാബ പറയാണ് ഇതെല്ലാം പഠിച്ചു പിടിച്ചാണ് താഴേക്ക് പോകും. ബാബാത്തോ തുംകോ ഗുൽഗുൽ ബനാത്തി. ബാബ നമ്മളെ പൂക്കളാക്കാൻ. ഇതൊക്കെ ബാബ പറഞ്ഞ എന്താണ്? ധാരാളം കുട്ടികൾ ആവശ്യമില്ലാണ്ട് പൈസ ചെലവഴിക്കുന്നത്. ബാബ പറയാണ് ബാബ നമ്മളെ പൂക്കളാക്കി മാറ്റാണ്. കൊയ്ക്കൊയ്ക്കോ ബഹുത് ബഡേ കാണ്ട്. ചിലരാണെങ്കിലോ വളരെ വലിയ മുള്ളാണ്. മുള്ളെന്ന് വെച്ചാൽ എന്താ? ഇത്രയും ദുസ്വഭാവങ്ങളാണ്. എന്തൊക്കെ ചെയ്തിട്ടും പോകുന്നില്ല. ഓ ഗോഡ് ഫാദർ കാത്തെ പരന്തു ജാനത്തെ കുറിച്ച് പിന്നെ ഓ ഗോഡ് ഫാദർ എന്ന് വിളിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും അറിയുന്നില്ല. ഫാദർ തോഹിയെ പരന്തു ഫാദർസേക്ക് ആ വർഷമില്ലേക്ക കുച്ച് മാലിന്യ. ഫാദറാണ്. ഫാദറിൽ നിന്ന് എന്ത് കിട്ടും? ആർക്കും അറിയാം. അച്ഛനിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടണ്ടേ? അച്ഛന്ന് വിളിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും അറിയില്ല. ബേഹത്ത് കാ ബാബ് കാത്തെ മേം തുമക്കോ ബേഹത്ത് കാ വർഷ ദേനയായി. പരിധി ഇല്ലാത്ത ബാബ എന്നിട്ട് പറയാണ് ഞാൻ നിങ്ങൾക്ക് പരിധി ഇല്ലാത്ത സമ്പത്ത് നൽകാനാണ് വന്നിരിക്കുന്നത്. तुम्हारा एक के लौकिक फादर, दूसरा के अलौकिक प्रजापिता ब्रह्म, तीसरा के पारलौकिक शिव. നമുക്ക് മൂന്ന് അച്ഛനുണ്ട്. ഒന്ന് നമ്മുടെ ലൗകികത്തിലെ ശരീരത്തിന്റെ അച്ഛൻ, രണ്ട് ബ്രഹ്മ ബാബ പാരലൗകിക അച്ഛൻ, അലൗകിക അച്ഛൻ, മൂന്നാമത്തേത് പാരലൗകിക ശിവബാബ പരലോകത്തിരിക്കുന്ന ശിവബാബ. തുമ്പോ തീൻ ഫാദർ പോയി. നമുക്ക് മൂന്ന് അച്ഛനുണ്ട്. മൂന്നച്ഛൻ എന്തിനാ തന്നിരിക്കുന്നത്? മൂന്നച്ഛൻ എന്തിനാ തന്നിരിക്കുന്നത്? നമ്മൾ വലിച്ചുകൊണ്ട് പോണ്ടേ? മൂന്ന് വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ പോകും. അതുകൊണ്ട് മൂന്ന് പേരും വലിച്ചോണ്ടിരിക്കും. ബാബ പറയാണ് अलौकिक प्रजापिता ब्रह्मा, तीसरा है पारलौकिक शिव. तुमको तीन फादर हुए, तुम जानते हो हम दादा से ब्रह्मा द्वारा वर्ष लेते तो श्रीमत पर चलना पड़े तब ही श्रेष्ठ बनेंगे. നമുക്കറിയാം നമ്മളിപ്പോൾ ബ്രഹ്മ ബാബയിലൂടെ ശിവബാബ നൽകുന്ന ആ ശ്രീമത്തിലൂടെ നമ്മൾ ശ്രേഷ്ഠരായിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീമത്തനുസരിച്ച് നടന്നാലേ ശ്രേഷ്ഠരാകുകയുള്ളൂ. സത്യമേന്തും പ്രാരബ്ധം പോകുകയോ. ഇവിടെ നമ്മൾ ശ്രീമത്തനുസരിച്ച് പുണ്യം ശേഖരിക്കും, സത്യത്തെ നമ്മൾ അതിന്റെ പ്രാപ്തി അനുഭവിക്കും, പ്രാരബ്ധം അനുഭവിക്കും. വഹം ന പ്രജാപിത ബ്രഹ്മ ന ശിവക്കോ ജാനത്തെ. അവിടെ ബ്രഹ്മാവിനെ നമുക്കറിയാൻ പറ്റില്ല, ശിവനെയും നമുക്കറിയാൻ പറ്റില്ല. കാര്യം എന്താണ്? നമ്മൾ പ്രശ്നബുദ്ധികളാണ്. നമുക്ക് പഴയ ലോകത്തിൽ ഒരു കാര്യം അറിയാൻ പറ്റില്ല. വഹം സിർഫ് ലൗകിക ഫാദർക്കോ ജാനത്തെ. അവിടെ നമ്മുടെ ലൗകിക അച്ഛൻ ആരാന്നറിയും. നാരായണന്റെ മക്കൾക്ക് നാരായണന്റെ അച്ഛനാന്ന് അറിയാം. സത്യമേം ഏക ബാബയ്ക്ക് ഭക്തിമേം ദോ ബാബ. അപ്പോൾ സത്യത്തിലും തലതാരത്തിലും ഒരച്ഛൻ, ഭക്തിമാർഗത്തില് രണ്ടച്ഛൻ, ലൗകിക് അവിടെ പാരലൗകിക്. നമ്മൾ ദൈവത്തെ വിളിച്ചിരുന്നു, ബ്രഹ്മബാബയെ വിളിച്ചിരുന്നു. ഈ സംഗമം തീൻ ബാബയെ. ഈ സംഗമത്തിലാണെങ്കിലോ മൂന്ന് അച്ഛനുണ്ട്. ദുഃഖം അങ്ങ് പേരുത്തു. ഒരച്ഛൻ പിടിച്ചാൽ പോരാ, അവർ രണ്ടച്ഛനോട് പിടിച്ചിരിക്കുകയാണ്. ധൈര്യമായിട്ടിരിക്കാൻ പോകും. അവരും പിടിച്ചിരിക്കാം. ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന നമ്മുടെ ലൗകിക അച്ഛൻ, അതിനെങ്കിലും വിട്ടേക്കാൻ പറയാം. അഭി ജന്മലിയ അഭി മാർജാന പറഞ്ഞു. ഈ കാലഘട്ടത്തിൽ എന്താണ്? ഇപ്പൊ ജനിച്ച ഉടനെ മരിക്കും. മർഗയത്തോ വർഷ കഥ. ബാബ പറഞ്ഞു മരിച്ച സമ്പത്ത് തീർന്നു. ഐസെ ബാബുക്കോ ഫാർഗതി നഹിൻ ദേനാച്ച. ഇത്രയും ഉയർന്ന പഠിത്തം പഠിപ്പിക്കുന്ന ബാബയെ നമ്മൾ വിട്ടുപോകാൻ പാടില്ല. ജിतना നിരന്തര യാദ് കരേങ്കെ സർവീസ് കരേങ്കെ ഉത്തന ഊർജബുദ്ധ പായി. നമ്മൾ നിരന്തരം എത്രമാത്രം ബാബയെ ഓർമ്മിക്കുന്നു, നിരന്തരം നമ്മൾ സർവീസിന് എത്ര ഇറങ്ങുന്നു, അത്ര അനുസരിച്ചായിരിക്കും നമ്മുടെ പദവി. ബാബ യഹ്ബി ബദലാത്തേഹെ മേരി മതപ്പുറ ചലു ജായെങ്കിൽ. ബാബ ഇതും പറയാണ് എന്റെ മതപ്രകാരം നടക്കുകയാണെങ്കിൽ രക്ഷപ്പെടും. നഹിന്തോ ഖൂബ് സജാ ഖനിപ്പടിയും, അല്ലെങ്കിൽ കഠിന ശിക്ഷകളായിരിക്കും. ബാബ പഠിപ്പിച്ചിട്ടും നന്നാവുന്നില്ല എന്ന് പറഞ്ഞാലോ അടി കൂടുതലായിരിക്കും. പഠിക്കാത്ത കുട്ടികൾക്ക് അടിയുണ്ട്, പഠിച്ച കുട്ടികൾക്ക് ബാബ പറയണം അടിയില്ല. പക്ഷെ ബാബ പഠിപ്പിച്ചിട്ട് നന്നാവാത്തവരുണ്ട്, അവർ അടിയിൽ കൂടുതലായിരിക്കും. നഹിന്തോ ഖൂബ് സജാ ഖാനിപ്പടയും. ബാബ പറയുന്ന കുട്ടികളെ ഞാൻ നുണ പറയുന്നതല്ല, നമ്മൾ നല്ല സേവയം പഠിക്കുകയില്ലെങ്കിൽ നല്ല ശിക്ഷയായിരിക്കും. സബ് സാക്ഷാത്കാർ കരായെങ്കിൽ ഏക കുമ്മനെ പാപിക്കുക. ഇന്ന പാപം നീ ചെയ്തു എന്ന് പറഞ്ഞ് നമുക്ക് സാക്ഷാത്കാരം കിട്ടും. വെറുതെ ശിക്ഷിക്കരുത്. ശ്രീമത് पर नहीं चले, നീ ഇന്ന കാര്യത്തിൽ ശ്രീമത്ത് അനുസരിച്ച് നടന്നില്ല. സൂക്ഷ്മ ശരീർ ധാരൻ കരായെ സജാ ദി ജാതി.
അപ്പൊ ആൾക്കാർ ചോദിക്കാറുണ്ട് എങ്ങനെ ശിക്ഷ കിട്ടുന്നത്? സൂക്ഷ്മ ശരീരത്തിൽ ഇരുത്തിയിട്ടാണ് ശിക്ഷ. ഗർഭജൽമേമ്പി സാക്ഷാത്കാരത്തിൽ ഗർഭത്തിൽ കിടന്ന ശിശു കിടന്ന് നിലവിളിക്കുന്നുണ്ട്, പുറത്തേക്ക് വരാൻ. അതിന് കണ്ടവാന ശിക്ഷ കിട്ടുന്നു. ഏക പാപകർമ്മ കിയാഹെ അബ് ഘാവോ സജ. അപ്പോൾ അവിടെയും സാക്ഷാത്കാരം കൊടുക്കും. ഇന്ന പാപകർമ്മം നിങ്ങൾ ജന്മത്തിൽ ചെയ്തിട്ടുണ്ട്, അതിനാണ് ശിക്ഷ. ഝാട് വൃദ്ധിക്കോ പാത്താ ജായേഗ. यानी പാപപ്രണ വൃക്ഷം വലുതായിക്കൊണ്ടിരിക്കും. जो इस धर्म के थे और धर्म में घुस गए वह सब निकल जाएंगे. നമ്മുടെ ധർമ്മത്തിൽ നിന്നും മറ്റു ധർമ്മത്തിലേക്ക് ധാരാളം പേര് പോയിട്ടുണ്ട്. അവര് ജ്ഞാനത്തിൽ തിരിച്ചു, അവരെ വരുള്ളൂ. അത്തരം നമുക്ക് എല്ലാവരും പ്രതീക്ഷിക്കാം. ബാക്കി അപ്പനെ അപ്പനെ സെക്ഷൻ में चले जाए. ബാക്കി എല്ലാ ആത്മാക്കളും ബ്രഹ്മലോകത്തിൽ എല്ലാ ആത്മാക്കളുടെയും സെക്ഷൻ ഉണ്ട്. ആ സെക്ഷനിലേക്ക് തിരിച്ചു. अलग अलग सेक्शन के ये झाड़ देखो कैसे बढ़ता, छोटी छोटी डालियां निकलती जाएगी. ബാബ പറയണം, ഈ വൃക്ഷം നോക്കി കൊച്ചു കൊച്ചു ശാഖോപശാഖകളൊക്കെ മുളച്ചു വരാം. അതായത് ഗാന്ധി സഭ അതൊരു ചെറിയൊരു ഇതാണ്, ഒരു ബ്രാഞ്ചാണ്. ആദ്യം വരുന്ന ഇലയ്ക്ക് ബാബ പറയുന്നത് നല്ല ഫ്രഷ് ആയിരിക്കും, അത് പാടി. തും ജാനത്തെ ഹോ മീഠാ ബാബ ആയാ ഹോ. നമുക്കിപ്പോൾ മനസ്സിലായത് എന്താണ്? മധുരമായ ബാബ സൃഷ്ടിയിൽ വന്നത്, ഈശ്വരൻ സൃഷ്ടിയിൽ വന്നത്. അത് നമ്മൾ നമ്മളോട് പറഞ്ഞ് ഉറപ്പിക്കും. हमको वापस ले जाने इसलिए उनको लिबरेटर कहते हैं. നമ്മളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ വന്നിരിക്കും. അതുകൊണ്ടാണ് ബാബ എന്ന് പറയുന്നത് ലിബറേറ്റർ. ദുഃഖഹർത്ത സുഖകർത്ത. ദുഃഖത്തെ ഹരിച്ച് നമുക്ക് സുഖം നൽകും. ഗൈഡ് ബെൻഫർ സുഖധാമിലെ ജായെങ്കിൽ ബാബ വഴികാട്ടിയായിട്ട് നമ്മളെ സുഖധാമത്തിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ബാബസെ വാരസാലയിലും. ഇപ്പോൾ ബാബ പറയണം, ബാബയുടെ സമ്പത്ത് എങ്ങനെയും എടുത്ത് ശ്രീകൃഷ്ണക്ക് സാത്തത്വ സബ്ക്ക് പ്രീതി. ശ്രീകൃഷ്ണൻ അടുത്ത് എല്ലാവർക്കും ഇഷ്ടമൊക്കെയാണ്. ലക്ഷ്മി നാരായണ സെ ഇത്തിനി നഹിം ചിത്തിനി കൃഷ്ണ കെ സാത്ത്. നമുക്ക് കൃഷ്ണന്റെ അടുത്തുള്ള സ്നേഹം ലക്ഷ്മി നാരായണ അടുത്തൊന്നുമില്ല. മനുഷ്യർക്കോ യഹ് മാലു നഹി. ഇതൊന്നും മനുഷ്യർക്ക് അറിയാനേ പാടില്ല. രാധേ കൃഷ്ണ ഹി ലക്ഷ്മി നാരായൺ ബനത്തെ ഹി. രാധയും കൃഷ്ണൻ തന്നെയാണ് ലക്ഷ്മി നാരായണൻ ആവുന്നത്. കൊയ് ബി ഇസ് ബാത് കോ നഹിം ജാനത്തെ. ഈ ലോകത്തിൽ ആർക്കും തന്നെ ഈ കാര്യങ്ങളെ കുറിച്ച് അറിയില്ല. तुम जानते हो राधा कृष्ण अलग अलग राजधानी के थे, फिर स्वयंवर के बाद ലക്ഷ്മി നാരായൺ ബൻ. നമുക്കിപ്പോൾ അറിയാം രാധയും കൃഷ്ണനും അവിടെ രണ്ട് രാജധാനി വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് വലിയ കുടുംബങ്ങളുണ്ടാവും സത്യം. അതില് ഒന്നിൽ രാധ ഉണ്ടാകും, ഒന്നിൽ കൃഷ്ണൻ ഉണ്ടാകും. അവർ തമ്മിൽ സ്വയംവരത്തിന് ശേഷം അവരാണ് ആരായി മാറുന്നത്? ശ്രീ ലക്ഷ്മി ശ്രീനാരായൺ. അതുകൊണ്ടാണ് നമ്മൾ കൃഷ്ണ കൃഷ്ണ ജപിച്ചിട്ട് അവിടെ പോയി നിർത്തും, ജപിക്കാറില്ല. അത് ജപിച്ചവര് ഓർമ്മയില്ല. അതും കൃഷ്ണ 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 എന്റെ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് അവസാനം എങ്ങനെയായിരിക്കും സമയം? എന്റെ നാരായണ. അങ്ങനെയല്ല അമ്മമാര് ചെയ്യാറുള്ളത്. എന്റെ നാരായണ കൃഷ്ണ ഗോവിന്ദ. അപ്പൊ ഇതൊക്കെ ഒരാൾ തന്നെയാണ്. കൃഷ്ണൻ ഗോവിന്ദനും നാരായണനൊക്കെ ഒരാൾ തന്നെ. അപ്പൊ ബാബ പറയാണ്, എന്നിട്ട് അവരെന്ത് ചെയ്തു? വകുത്തോ കൃഷ്ണാക്കോ ദ്വാപരമല്ലേ. സത്യത്തിലെ കൃഷ്ണനെ പിടിച്ചിട്ട് വൈകുണ്ഠനാഥ എന്ന് പറയും. വൈകുണ്ഠ സത്യയോഗമാണ്. ദുഃഖം കണിവയ്ക്കുന്നത് ശ്രീകൃഷ്ണനാണ്. പക്ഷെ അവര് എന്നിട്ട് പറയും ശ്രീകൃഷ്ണൻ ദ്വാപരം. ദ്വാപരത്തിൽ ദുഃഖങ്ങളുണ്ട്, കൃഷ്ണൻ ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടില്ല. കൃഷ്ണको पतित पावन को ये कह नहीं सकते. कृष्ण पतित पावन എന്ന് വിളിക്കില്ല. റെഗുലർ പഠനെ കൊയ്യ് പാന സഖ്യ. നിത്യേന പഠിക്കാണ്ട് ഉയർന്ന പഠനം കിട്ടത്തില്ല. കാരണം മുരളി കേട്ട് 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 കേട്ടേ നമുക്ക് ജ്ഞാനം ശരിക്കും മനസ്സിലായിട്ട് ഉറക്കും. ജ്ഞാനം ശരിക്കും ഉറച്ചാലേ യോഗം നടക്കും. യോഗം ശരിക്കും ഉറയ്ക്കുമ്പോഴേ ധാരണയും സേവനം നടക്കും. അതുകൊണ്ട് ബാബ പറയാണ്, നിത്യേന നമ്മൾ പഠിക്കും, ദിവസവും നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. അച്ഛാ मीठे मीठे सिक्किल दे बच्चों प्रति माता पिता बाप दादा का याद प्यारा और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप को नमस्ते. ധാരണയ്ക്കുള്ള പ്രധാന കാര്യങ്ങൾ തന്റെ പെരുമാറ്റം വളരെ കുലീനമാക്കും. അപ്പനി ചലൻ ബഹുത് റോയൽ രഹി. അല്ലെ, വളരെ രാജകീയമായുള്ള പെരുമാറ്റം, കുലീനമായ പെരുമാറ്റം, ആത്മാഭിമാനി സ്ഥിതിയുള്ള പെരുമാറ്റം. ബഹുത് കം അവർ മീഠ പോലെ, വളരെ കുറച്ച് സംസാരിക്കും, മധുരമായി സംസാരിക്കും. ഒറ്റ ശീലം കൊണ്ട് നൽകും. മധുരമായി കുറച്ച് സംസാരിക്കും. എന്താ പറയുന്നത്? രമേശ് കുറച്ച് സംസാരിക്കാം, ആരെങ്കിലും പിന്നെ കിട്ടിയ കൂടുതൽ സംസാരിക്കും. ബാബ പറയണം കുറച്ച് സംസാരിക്കാനും മധുരമായി. അത് കുലീനത്വമാണ്. സജാവം സെ ബജനെ കെ ലിയെ കദം കദം പർ ബാബയ്ക്ക് ശ്രീമത് പർ ചല. ഈ ധർമ്മരാജപുരി നിസ്സാരമല്ല. ബാബ എപ്പോഴും പറയും, എല്ലാ മതങ്ങളും പറയുന്ന ഒരു കാര്യമാണ്, ധർമ്മരാജപുരിയിൽ കൊടിയ ശിക്ഷത്താണ്. ഈ നമ്മൾ വായിക്കില്ലേ, കുടിയുടെ മുകളിൽ കൂടെ നടത്തിച്ചു, താഴെ എണ്ണ നിറച്ചുകൊണ്ടിരിക്കായിരുന്നു. അത് ശരിയാണ്. കുടിയുടെ മുകളിൽ കൂടെ, സ്ഥലപ്പൊടിയുടെ മുകളിൽ, അതാണ് പാലം, അതിന്റെ മുകളിൽ കൂടെ നടക്കും. താഴെയാണെങ്കിലും ഭയങ്കരമായ തീയാണ്. അപ്പൊ ഈ തീ അടിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ഉരുകും. കുട്ടി നമ്മൾ തീയിൽ വീഴും. നല്ലതാണോ? ഒരിക്കത്തില്ല. അവിടുന്ന് പിന്നെയും പൊക്കിയെടുക്കും. എന്നിട്ട് ദോശക്കല്ലിലിട്ട് വറക്കും.
നമ്മൾ വിചാരിച്ച് വെറുതെയാണ്. നാക്ക് പിഴുതെടുക്കുക. എന്തിനാ നാക്ക് പിഴുതെടുക്കുന്നത്? കടുത്ത ഒരു വാക്ക് പറഞ്ഞാൽ നാക്ക് പിഴിയും. അപ്പൊ 2 വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലോ വീണ്ടും നാക്ക് തരും. സാക്ഷാത്കാരം കാണിക്കും. ഇന്ന സ്ഥലത്ത് വെച്ച് നീ ഇന്ന ആളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കും, കാണിച്ചു. അതാണ് പറയുന്നത് ധർമ്മത്തിന്റെ ഗതി അത് ഗഗനാക്ക്. നമുക്ക് എത്ര നാക്ക് വേണ്ടി വരുമല്ലോ ശിക്ഷിക്കാൻ വേണ്ടി. അപ്പൊ നമ്മള് അഹങ്കാരം കാണിച്ചു. അഹങ്കാരം നമുക്കുണ്ടല്ലോ. അഹങ്കാരം കാണിക്കുമ്പോൾ എന്താണ്? വലിയ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് ഫീൽ ചെയ്യും. വലിയ മലയുടെ കഴിഞ്ഞ ദിവസം കട്ടപ്പന ചെന്നപ്പോ വലിയൊരു മലയുടെ മുകളിൽ ആ ബായുണ്ട്. 1000 അടിയുണ്ട് മുകളിൽ. തൊട്ടപ്പുറത്ത് ഇങ്ങനെ സ്റ്റീപ്പായിട്ട് കിടക്കാം. കാലം തെറ്റിയാൽ നമ്മൾ ഉരുണ്ട് മറിഞ്ഞങ്ങ് വീഴും, തെറിച്ചു. അപ്പൊ വലിയ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് യമദൂതന്മാര് പിടിച്ച് പൊക്കി നമ്മൾ ഇടും. അപ്പൊ ഇതൊക്കെ യാഥാർത്ഥ്യമുള്ള കാര്യമാണ്. ഭാഗവതം വായിച്ചു നോക്കും, മാർക്കണ്ഡേയ പുരാണം വായിച്ചു നോക്കും, എല്ലാത്തിലും ഉണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചത് പേടിപ്പിക്കാനല്ല. അതുകൊണ്ട് ബാബ അടിക്കടി പറയുന്നത് ശിക്ഷകളിൽ നിന്ന് മുക്തമാകുന്നതിന് ഓരോ ചുവടും ബാബയുടെ ശ്രീമത്തനുസരിച്ച് നടക്കണം. പഠായി ബഹുത്ത് ധ്യാൻസെ അച്ചി തരഹ് പഠനേ. എങ്ങനെയാണ് മുരളി പഠിക്കേണ്ടത്? ശ്രദ്ധയോടുകൂടി നല്ല രീതിയിൽ പഠിക്കും. ശ്രദ്ധ ബഹുമാനത്തിന്റെ ഒരു ഭാഗം. ബാബ പറയുന്ന കാര്യത്തിൽ എനിക്ക് ശ്രദ്ധയുണ്ടെങ്കിൽ എനിക്ക് അതിനോടൊരു ആദരവ്. ബാബ പറഞ്ഞു വളരെ ശ്രദ്ധയോടുകൂടി നല്ല രീതിയിൽ പഠിക്കണം. അപ്പൊ ഒരു ദിവസം നമ്മൾ മുരളി കേട്ടില്ലെങ്കിലും അനാദരവ് കാണിച്ചു, ശിക്ഷ പ്രാപ്തി വളരെ കുറഞ്ഞു. മാം ബാബുക്കോ ഫോളോ കർ സത്യനശീൻ വാരിസ്. മമ്മയും ബാബയും ഫോളോ ചെയ്യണം. എങ്ങനെയാണ് അവര് നടന്നത്? അത് നമ്മള് ഇപ്പൊ നമുക്ക് ബുക്കിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റും. അവര് നടന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കിയിട്ട് അതുപോലെ നടന്നു ചെയ്യും. ക്രോധിക്കെ പശുഹോക്കർ ദുഃഖനഹി. ദേഷ്യപ്പെട്ട ആരെയും വേദനിപ്പിക്കും. നമ്മളെല്ലാം ദേഷ്യപ്പെടാറുണ്ട്. നിരമയ്ക്ക് ദേഷ്യം തീരെ കുറവ് ഉണ്ടോ? വരാറുണ്ട്, കാണിക്കാറുണ്ട്. മനസ്സിൽ വന്നാലും ദുഃഖം കൊടുക്കാം. ലൈലാസിസ്റ്റ് ദേഷ്യപ്പെടാറുണ്ട്. ബാബ പറയാണ് അങ്ങനെ ദുഃഖിപ്പിക്കരുത്. നമ്മളുടെ അടുത്ത് ഒരാൾ ദേഷ്യപ്പെട്ട് നമുക്ക് സന്തോഷമായിട്ട് ദുഃഖമായിരിക്കും. നമുക്ക് ദുഃഖം ഉണ്ടാവും. നമ്മളുടെ അടുത്ത് ഒരാൾ ദേഷ്യപ്പെട്ട് നമ്മളെ നിന്ദിച്ചാൽ ആദ്യമൊക്കെ ദുഃഖമുണ്ട്. ജ്ഞാനം ഉള്ളത് കൊണ്ട് പിന്നെ നമുക്ക് എന്ത് പറ്റും? പരിവർത്തനം. അല്ലെങ്കിൽ നമ്മൾ വളരെ പ്രശ്നം. പിള്ളേരോട് ദേഷ്യം, പിള്ളേർ പേര് കാണിച്ചുകൊണ്ടേ ഡ്രാമയിലുള്ള നശിപ്പിച്ചോട്ടെ. നമ്മുടെ അല്ലല്ലോ, ബാബയുടെ അല്ലേ. കുട്ടികളെ ബാബ പറഞ്ഞിട്ട് ശ്രദ്ധിക്കണം, കുറച്ച് ഉപദ്രവമില്ലാത്ത ശിക്ഷ കൊടുക്കും. ഇന്നത്തെ വരദാനം സാധാരണ കർമ്മ കർത്തേബി ശ്രേഷ്ഠ സ്മൃതി വ സ്ഥിതിക്ക് ഝലക് ദിഖാനെ വാലെ പുരുഷോത്തം സേവാ. സാധാരണ കർമ്മം ചെയ്തുകൊണ്ടും ശ്രേഷ്ഠ സ്മൃതിയിൽ അഥവാ സ്ഥിതിന്റെ തിളക്കം കാണിക്കുന്ന പുരുഷോത്തമ സേവാധാരിയായി. സാധാരണ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും ശ്രേഷ്ഠ സ്മൃതിയുടെ അല്ലെങ്കിൽ ശ്രേഷ്ഠ സ്ഥിതിയുടെ ആ തിളക്കം കാണിക്കുന്ന പുരുഷോത്തമ സേവാധാരിയായി പോയി. जैसे असली हीरा कितना भी धूल में छिपा हुआ हो लेकिन अपनी चमक जरूर दिखाएगा, ऐसे आपके जीवन हीरे തുല്യം. ബാബ പറയാണ് നമ്മുടെ ജീവിതം ഒരു വൈരം അല്ലെ, ഈ ബ്രാഹ്മണ ജീവിതം വൈരതുല്യം. ബാബ പറയണു ഒരു യഥാർത്ഥമായ ഒരു വൈരം എവിടെ മൂടിക്കിടക്കാണെങ്കിലും അതിന്റെ പ്രഭാവം, അതിന്റെ തിളക്കപ്പെട്ടെന്ന് ആൾക്കാർ ആകർഷിക്കും. എത്ര ഇതിലാണെങ്കിലും അതൊന്ന് പ്രകാശിക്കും. तो कैसे भी वातावरण में, कैसे भी संगठन में आपकी चमक अर्थात झलक और फलक सबको दिखाई. അപ്രകാരം പറഞ്ഞു ഏത് വൈരവും എത്ര ഇതിലും അതൊന്ന് തെളിഞ്ഞു കാണിക്കും. അതേപോലെ ഏത് അന്തരീക്ഷമാണെങ്കിലും ഏത് സംഘടനയാണെങ്കിലും നമ്മുടെ ആ പ്രകാശം ബാബ പറഞ്ഞു, നമ്മുടെ ആ തിളക്കം ബാബ പറഞ്ഞു എല്ലാവരും കാണും. बल काम साधारण करते हो लेकिन स्मृति और सिद्धि ऐसी श्रेष्ठ हो जो देखते भी महसूस करें यह कोई साधारण व्यक्ति नहीं है, यह सेवादारी होते भी पुरुषोत्तम. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ സാധാരണമാണെങ്കിലും നമ്മുടെ സ്മൃതിയും നമ്മുടെ സ്ഥിതിയും അത്രയും ശ്രേഷ്ഠമായിരിക്കണം. കാണുന്നവർ മനസ്സിലാക്കണം ഒരു സാധാരണ വ്യക്തി അല്ല, സേവാധാരി ആണെങ്കിലും പുരുഷോത്തമനാണെന്ന് ആൾക്കാർക്ക് തോന്നും. യജ്ഞം കഴിഞ്ഞപ്പോൾ പറഞ്ഞില്ലേ കൃഷ്ണൻ എച്ചിലെടുക്കായി. അപ്പൊ എച്ചിലെടുക്കുന്നത് മോശം കർമ്മമല്ല. എല്ലാ മഹാത്മാക്കളും സാധാരണ കർമ്മങ്ങൾ ധാരാളം ചെയ്യും.
അതിന് വേണ്ടിയിട്ടാ. കൃഷ്ണന് കുഴപ്പമില്ല, നമ്മളൊക്കെ സാധാരണ കർമ്മം ചെയ്യണമെന്ന് പാപം. ബ്രഹ്മബാബ എല്ലാ കർമ്മങ്ങളും ചെയ്യുമായി. സാധാരണ കർമ്മങ്ങൾ ചെയ്യണമെന്ന് ബാബ നമ്മളോട് ഇങ്ങനെ പറയുന്നത്. ഒന്ന്, നമ്മുടെ പുണ്യം വർദ്ധിപ്പിക്കും. സാധാരണ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ പുണ്യം വർദ്ധിക്കും. രണ്ട്, നമ്മുടെ പാപം നശിപ്പിക്കും. പുണ്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ദേഹാഭിമാനം നഷ്ടപ്പെടും. സാധാരണ കർമ്മങ്ങൾ ചെയ്യും. ബാബ പറഞ്ഞു സാധാരണ വ്യക്തി എല്ലാം നമ്മൾ തോന്നണം, നമ്മുടെ ആ പ്രഭാവം ഉണ്ടാക്കിയെടുക്കുക. സ്ലോഗൻ സच्चा രാജഋഷി ബഹുരി ജിസ്കാ സങ്കല്പ മാത്ര ഭി കഹാം പർ ലഗാ. സങ്കല്പത്തിൽ പോലും ഒരു ഭാഗത്ത് കുനിവ്, തലകുനിവില്ലാത്തവരാണ് യഥാർത്ഥ സത്യമായ രാജഋഷി. ഒരു കുനിവ്, ഒരു വിധേയത നമുക്കില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് ബാബറിനെ ഒരിക്കലും നമ്മൾ ദേഹത്ത് നോക്കാതെ എല്ലാവരും പ്രകാശ ബിന്ദുക്കളാണ്, അവരവരുടെ പാർട്ട് അഭിനയിക്കും. ബാബ പറയാണ് സങ്കല്പത്തിൽ പോലും ഒരു തലകുനിവില്ലാത്തവരാണ് സത്യമായ രാജഋഷി. അപ്പൊ ഇന്ന് ബാബ ഇതാണ് പഠിപ്പിച്ചത്, മധുരമായ കുട്ടികളെ ഭാവിക്ക് സമാനം മധുരമുള്ളവരാകണം. ആർക്കും നമ്മൾ ദുഃഖം കൊടുക്കാൻ പാടില്ല. ഒരിക്കലും നമ്മൾ ബോധിക്കരുത്. ദേഷ്യപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം? ഓം ശാന്തി. ഞാൻ ശാന്തി സ്വരൂപാത്മാവ്. ദേഷ്യമാണ്. പിന്നെന്താ ബാബ പറഞ്ഞത്? ഇന്നലത്തെ ശ്ലോകനം എന്തായാലും ജ്ഞാനത്തിന്റെ ശക്തി കൊണ്ട് വിഘ്നങ്ങൾ നേരിട്ട. അപ്പൊ എന്തുകൊണ്ടാണ് എന്റെ നേരെ അവർ ക്രോധിച്ചത്? അവർ ജ്ഞാനം ഉപയോഗിക്കണം. അപ്പൊ നമുക്ക് ക്രോധമുണ്ടാകും. പിന്നെ കർമ്മത്തിന്റെ ഗഹനഗതി മനസ്സിലാക്കിയിട്ട് ഏത് കർമ്മം ചെയ്താൽ പാപകർമ്മം. ഭക്തിമാർഗത്തിൽ നമ്മൾ വിചാരിച്ചിട്ട് ദാനം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പുണ്യാത്മാവ്. ആളുകൾ ദാനപുണ്യാദികൾക്ക് വലിയ ശ്രദ്ധ ഭാരതത്തിലുണ്ടായി. ഇപ്പൊ ബാബ പറയാണ് കുട്ടികളെ, നമ്മൾ ദാനം കൊടുത്ത് പൈസ കൊണ്ട് ആരെയും പാപകർമ്മം ചെയ്താൽ ആ പാപകർമ്മത്തിന്റെ പ്രഭാവം നമ്മളിലേക്ക് വന്ന് വീഴും. അതുകൊണ്ട് പാത്രം നോക്കി ചിന്തിച്ചിട്ട് ആലോചിച്ച് ദാനം കൊടുക്കാം. വെറുതെ നമ്മള് പാപകർമ്മം പലവരും വന്നിട്ട് വല്ലതൊക്കെ എടുത്ത് കൊടുക്കും, അവരത് വെച്ച് മോശമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ പാപകർമ്മത്തിന്റെ അക്കൗണ്ട് നമ്മളിലേക്ക് ഗഹനാഗതിയാണ്. ബാബിന്ന് എന്താണ് പറഞ്ഞത്? ഈ പാപത്തിന്റെ ലോകത്തിന് കൊണ്ടുപോകാൻ ആളുകൾ പറയുന്നുണ്ടെങ്കിലും ഏത് പാപത്തിന്റെ ലോകത്തിൽ നിന്നാണ് കൊണ്ടുപോകേണ്ടത്, എവിടേക്കാണ് കൊണ്ടുപോകേണ്ടതെന്ന് ആരും പറഞ്ഞു. എല്ലാവരും ഗോഡ് ഫാദറെ വിളിക്കുന്നുണ്ടെങ്കിലും എന്താണ് ഗോഡ് ഫാദർ ചെയ്യേണ്ടതെന്ന് അവർ അറിയും. ഗോഡ് ഫാദർ ബ്രഹ്മബാബയിലൂടെ നമുക്ക് എന്ത് ചെയ്യാണ്? നമുക്ക് ശിവാലയത്തിന്റെ സ്ഥാപനം നടത്തി തരാം. നമ്മൾ ബാബയെക്കാളും വലുതാണെന്ന് ബാബ പറഞ്ഞു. എന്തുകൊണ്ടാണ്? അല്ലേ? ബാബ പറഞ്ഞു ഞാൻ ഒരിക്കലും വിശ്വത്തിന്റെ അധികാരിയാകില്ല, ഞാൻ നിങ്ങളെ വിശ്വത്തിന്റെ അധികാരിയാക്കും, അതുകൊണ്ട് നിങ്ങൾ എന്നെക്കാളും വലുതാണ്. പിന്നെ ബാബ എന്താ പറഞ്ഞത്? കുട്ടികൾ ഈ സമയത്ത് മന്മത്തനുസരിച്ച് നടക്കരുത്, ബാബയുടെ ശ്രീമത്തനുസരിച്ച് നടക്കണം. ഓരോ ചുവട്ടിലും നമ്മൾ ബാബയുടെ ശ്രീമത്ത് എന്താണെന്ന് അന്വേഷിക്കണം. എന്തുകൊണ്ടെന്നാൽ മായ വളരെ ശക്തിശാലിയാണ്, ചതിക്കാനായിട്ട് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ബാബയുടെ ശ്രീമത്ത് നമുക്ക് ഓരോ കാര്യം. ആളുകൾ വിചാരിക്കുന്നത് കൃഷ്ണവധം. അവർ കൃഷ്ണ ഒരിക്കലും പതിത പാവനല്ല. കൃഷ്ണൻ പാവനമായ രാജകുമാരൻ. കൃഷ്ണാരെ പാവനമാക്കാനാണ്. ബാബ പറയാണ് അത് അവർക്ക് സമയം കണക്ക് തെറ്റിപ്പോയതുകൊണ്ട് പറ്റുന്നതാണ്. നമ്മൾ മമ്മ ബാബ എന്ന് പറഞ്ഞാൽ പോലെ ഫോളോ ചെയ്ത് അവരെ സിംഹാസനത്തിലിരിക്കാൻ യോഗ്യരായി തീരണം. അവരെക്കാളും ഉയർന്നു പോകാനായിട്ട് നമ്മൾ ബാബ പറയണം എല്ലാവർക്കും കർമ്മങ്ങൾ ചെയ്തേ മതിയാവും. അല്ലെ? നമ്മളോട് ബാബ പറഞ്ഞാൽ കുടുംബജീവിതത്തിൽ ഇരിക്കുക സന്യാസികളെക്കാളും ഉയർന്ന അവസ്ഥ നേടിയെടുക്കാൻ പറ്റും. ബാബ പറഞ്ഞു അത് പരിധിയുള്ള വൈരാഗ്യമാണെങ്കിൽ നമ്മുടേത് പരിധി ഇല്ലാത്ത വൈരാഗ്യം. എന്നാൽ ഇന്ന് സന്യാസിമാർ വലിയ വലിയ ഫ്ലാറ്റൊക്കെ അടിച്ചു അവർക്ക് പൈസ കൊടുത്ത പുണ്യകർമ്മങ്ങൾ തന്നെ പുണ്യമാവില്ല. അതായത് അവര് തെറ്റായ വഴിക്ക് അത് ഉപയോഗിക്കാം. അല്പകാല സുഖമേ അവർക്ക് കിട്ടുള്ളൂ. അത് കയറി കിടക്കുമ്പോൾ ഒരു സുഖം കിട്ടും. പുതിയ വീടൊക്കെ വെച്ച് കൊട്ടാരമൊക്കെ വെച്ച് ഫ്ലാറ്റൊക്കെ വാങ്ങിച്ച് സന്യാസിമാർ സുഖമായിട്ട് കിടക്കാം. ബാബ പറയാണ് നമ്മളിപ്പോൾ ബാബയുടെ ശ്രീമത്തനുസരിച്ച് നടക്കണം. ബാബ പറഞ്ഞു എന്തിനാണ് അമിതമായ ചെലവൊക്കെ ചെയ്യുന്നത്? നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ കുറെ കുറയ്ക്കണം. ബാബ പറഞ്ഞു ബാബയും അച്ഛനും ടീച്ചറുമാണ്. ബാബ പറഞ്ഞു എന്നെ നിന്ദിക്കുകയാണെങ്കിൽ അല്ലെ നമുക്ക് പദവി പ്രശ്നമായി പോകും. ബാബയെ നിന്ദിക്കുന്ന യാതൊരു പ്രവൃത്തികളും നമ്മൾ ചെയ്യും. ഭക്തിമാർഗത്തിൽ പറയും ശങ്കര എന്റെ സഞ്ചി നിറച്ചു പറഞ്ഞു. ശങ്കരനല്ല, സാക്ഷാൽ ശിവൻ വന്ന് സഞ്ചി നിറച്ചു തരാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ബാബ പറയാണ് അത്രയും ആയുധങ്ങൾ അതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ബാബ പറയാണ് ഉപയോഗിക്കും. ഈ സമയത്ത് എല്ലാവരും പറയുന്നുണ്ട് എന്റെ സഞ്ചി നിറച്ചു. അവരുടെ എന്ത് സഞ്ചി എങ്ങനെയാണ് നിറച്ചു തരേണ്ടത്? അത് ഈ സമയത്ത് നിറച്ചു തന്നിരിക്കുകയാണ്. 21 ജന്മത്തേക്ക് നമ്മൾ വളരെ സുഖികളായിരിക്കും. അവരുടെ സുഖവും ശാന്തിയും അവിടെ ഉണ്ടായിരിക്കും. ഭക്തിമാർഗത്തിൽ തല കുമ്പിടണം, സന്യാസിമാരുടെ മുമ്പിൽ തല കുമ്പിടണം, അവർക്ക് പൈസ വെച്ച് കൊടുക്കും. അതുപോലെ എന്റെ മുമ്പിൽ തല കുമ്പിടാൻ വേണ്ട, എനിക്ക് പൈസയും വയ്ക്കേണ്ട കാര്യം. പൈസയുടെ യാതൊരു ചെലവുണ്ട്.
അല്ലെ, അത് വിചാരിച്ച് പഠിക്കാതിരിക്കേണ്ട കാര്യമില്ല. ബാബ പറയുന്നത് കുട്ടികളെ ജ്ഞാനമെടുത്ത് കല്പത്തിൽ ഒരിക്കലേ തരുള്ളൂ, പ്രാപ്തി ഉണ്ടാക്കിയെടുക്കണം. അമ്മ ബാബ എന്ന് പറഞ്ഞത് പോലെ അവരെ പോലെ ആയി മാറണം. അതിനുള്ള തീവ്ര പുരുഷാർത്ഥം ചെയ്യണം. ബാബയെ പോലെ വളരെ മധുരമുള്ളവരാകണം. ഒരിക്കലും ആരോടും ദേഷ്യപ്പെടരുന്ന ഒരു തീരുമാനമെടുക്കണം. ആരെയും വേദനിപ്പിക്കാൻ പാടില്ല. അല്ലേ, അത്രയും നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണം. ദിവസവും നമ്മൾ പഠിക്കണം. ദിവസവും പഠിച്ചാൽ മാത്രമേ നമുക്ക് ഉയർന്ന പദവി നേടിയെടുക്കാൻ പറ്റുള്ളൂ. ഒരു വൈരം ഏത് മണ്ണിലും തെളിഞ്ഞിരിക്കുന്നത് പോലെ വെറും സാധാരണ കർമ്മമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും നമ്മുടെ ആ റോയൽറ്റി കാരണം, നമ്മുടെ ആ തിളക്കം കാരണമാണ് മനസ്സിലാകണം ഒരു സാധാരണക്കാരല്ല എന്ന് മനസ്സിലാകുന്ന വിധത്തിൽ നമ്മൾ അത്രയും റോയൽറ്റി നമ്മൾ ധാരണം ചെയ്യണം. ആരാണ് സത്യമായ രാജർഷി? സങ്കല്പത്തിൽ പോലും ബാബ പറയണം എവിടെയും നമുക്കൊരു തലകുനിയും ഒരു ആകർഷണം ഉണ്ടാകും. അവരാണ് രാജാവ്. ഓം ശാന്തി. കഴിഞ്ഞ ദിവസം ഓം ശാന്തി. ഒരു മിനിറ്റ് ബാബയോ. ठहर जा है माना, किधर जा